अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। शिव का कर लो ध्यान, आ रहा पावन पुण्य सवेरा। से आए अपने आप को जानो, राजयोग के द्वारा अपना परम पिता पहचानो। इसी राजपथ पर चलकर तुम पालो अपना बसेरा। तुम हो आत्मा तन से प्यारे, परमात्मा को प्यारे। दिव्य गुणों को धारण करके योगी बनो दुलारे। ज्योति बिंदु ही तोड़ेगा ये माया मोह का घेरा। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। ओम शांति, ओम शांति, ओम शांति। ഓം ശാന്തി. ഓം ശാന്തി. ഇന്ന് 28/6/2025. बाबा कहते हैं, मीठे बच्चे अपनी उन्नति के लिए रोज रात को सोने के पहले अपना पोता मेल देखो, चेक करो हमने सारे दिन में कोई को दुख तो नहीं दिया. അപ്പം ബാബ പറയാണ്, മധുരമായ കുട്ടികളെ, അതായത് സ്വയത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടിയിട്ട് ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുൻപ് സ്വയത്തിൻ്റെ കണക്ക് നോക്കൂ എന്ന് പറയാം ബാബ. അതായത് ചെക്ക് ചെയ്യൂ, ഇന്നത്തെ ദിവസം മുഴുവൻ, അതായത് ഞാൻ ആർക്കും ദുഃഖമൊന്നും നൽകിയില്ലല്ലോ, ആ ഒരു കാര്യം ചെക്ക് ചെയ്യാൻ പറയാണ് ബാബ. രാത്രി ഉറങ്ങുന്നതിന് മുൻപ് എല്ലാ ദിവസവും സ്വയം ചെക്ക് ചെയ്യാൻ പറയാണ് ആ ദിവസത്തെ കണക്ക്. ബാബ ചോദ്യം ചോദിക്കുകയാണ്, മഹാൻ സൗഭാഗ്യശാലി ബച്ചോ മേം കോൺസി ബഹാദുരി ഹോഗി. അതായത് ബാബ ചോദിക്കുകയാണ്, മഹാൻ സൗഭാഗ്യശാലിയായിട്ടുള്ള കുട്ടികൾ, അല്ലേ, മഹാസൗഭാഗ്യശാലിയായിട്ടുള്ള കുട്ടികളിൽ ഏതൊരു സാമർഥ്യമാണ് ഉണ്ടായിരിക്കുക എന്ന് ബാബ ചോദിക്കാം. ബാബ അതിൻ്റെ ഉത്തരം പറയാണ്,
जो महान सौभाग्यशाली है वह स्त्री पुरुष साथ में रहते ബായി ബായി ഹോക്കർ രഹെങ്കെ. ബാബ പറയാണ്, ആരാണോ മഹാ സൗഭാഗ്യശാലിയായിട്ടുള്ളവർ അവർ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ജീവിച്ചുകൊണ്ടും സഹോദരനാണെന്ന് മനസ്സിലാക്കി ജീവിക്കുന്നു. സ്ത്രീ പുരുഷ കാ ബാൻ നെഹി ഹോഗ, അതായത് സ്ത്രീ പുരുഷൻ എന്നുള്ള ആ ബോധമുണ്ടല്ലോ, ദേഹബോധം, അത് ഉണ്ടായിരിക്കില്ല എന്ന് ബാബ പറയാം. പക്കേ നിശ്ചയ ബുദ്ധി ഹോങ്കെ, അതായത് അവർക്ക് ഉറച്ച നിശ്ചയമുണ്ടായിരിക്കുന്നു ബാബ പറയാം. മഹാൻ സൗഭാഗ്യശാലി ബच्चे ജട്ട് സമജ് ജാത്തെ ഹേ हम भी स्टूडेंट यह भी स्टूडेंट भाई बहन हो गए, लेकिन यह बहादुरी चल तब सकती है जब अपने को आत्मा समझे. ബാബ പറയാണ്, മഹാസൗഭാഗ്യശാലിയായിട്ടുള്ള കുട്ടികൾ വളരെ വേഗത്തിൽ തന്നെ മനസ്സിലാക്കും, അതായത് ഞാനും സ്റ്റുഡൻ്റാണ്, ഇവരും സ്റ്റുഡൻ്റാണ്, ഞങ്ങൾ പരസ്പരം സഹോദരനാണ് എന്ന കാര്യം പെട്ടെന്ന് മനസ്സിലാക്കുന്ന ബാബ പറയാം. പക്ഷെ ബാബ പറയാണ്, ഈ ഒരു സാമർത്ഥ്യം എപ്പോഴാണ് ഉണ്ടാവുക? എപ്പോഴാണോ സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കുന്നത്, അല്ലെ? സ്വയവും ആത്മാവ്, തൻ്റെ കൂടെ ജീവിക്കുന്നവരും ആത്മാവാണെന്നുള്ള ആ ഒരു ബോധം എപ്പോഴാണ് പക്കയാകുന്നത്, അപ്പോഴാണ് ബാബ പറയുന്നത് ഇങ്ങനെയുള്ള നല്ല രീതിയിൽ, അതായത് സഹോദരൻ എന്ന ഭാവത്തോടെയും ഞങ്ങൾ രണ്ടുപേരും സ്റ്റുഡൻസ് ആണ്, ഭഗവാന്റെ കുട്ടികളാണ്, അങ്ങനെയുള്ള ആ ഒരു രീതിയിൽ ജീവിക്കാൻ സാധിക്കുന്നത് സ്വയം ആത്മാവാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുമ്പോഴാണെന്ന് ബാബ പറയാം. ഇനി ബാബ ഗീതം പറയാണ്, മുക്കട ദേക്കിലെ പ്രാണി, അതായത് മുഖം നോക്കൂ മനുഷ്യ. ഓം ശാന്തി. യഹ ബാത് रोज रोज बाप बच्चों को समझाते हैं कि सोने के समय अपना पोता मेल अंदर देखो कि किसको दुख तो नहीं दिया और कितना समय बाप को याद किया. ബാബ പറയാണ്, ഈ ഒരു കാര്യം ബാബ ദിവസവും കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അതായത് നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപായി നിങ്ങളുടെ കണക്ക് പരിശോധിക്കൂ, സ്വയത്തിൻ്റെ ഉള്ളിൽ നോക്കൂ. ബാബ പറയാണ്, അതായത് ആർക്കും നിങ്ങൾ ദുഃഖമൊന്നും നൽകിയില്ലല്ലോ, അതുകൂടാതെ എത്ര സമയം ബാബയെ ഓർമ്മിച്ചു. ഈ രണ്ട് കാര്യങ്ങളും എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ചെക്ക് ചെയ്യാൻ പറയാണ്. സ്വയത്തിൽ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. എത്ര സമയം ബാബയെ ഓർമ്മിച്ചു, അതുകൂടാതെ ഞാൻ ആർക്കും ഇന്നത്തെ ദിവസം ദുഃഖം നൽകിയില്ലല്ലോ. ഈ രണ്ട് കാര്യങ്ങളാണ് ബാബ പറയുന്നത്. മൂൽ ബാത്ത് യഹ് ഹേ, മുഖ്യമായ കാര്യം ഇതുതന്നെയാണെന്ന് ബാബ പറയാം. ഗീത മേം ഭി കഹത്തെ ഹേ അപ്പനെ അന്തർ ദേഖോ हम कितना तमो प्रधान से सदो प्रधान बने हैं, सारे दिन में कितना समय याद किया अपने मीठे बाप को. ബാബ പറയാണ്, ഗീതത്തിലും ഇത് പറയുന്നുണ്ട്. അതായത് സ്വയത്തിൻ്റെ ഉള്ളിലേക്ക് നോക്കൂ, ഞങ്ങൾ എത്രമാത്രം തമോ പ്രധാനത്തിൽ നിന്നും സദോ പ്രധാനമായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ മുഴുവൻ ദിവസവും എത്ര സമയം മധുരമായ ബാബയുടെ ഓർമ്മയിലിരുന്നു. കോയി ബി ദേഹദാരിക്കോ യാദ് നഹി കർണാ ഹെ. ബാബ പറയാണ്, നിങ്ങൾ ഒരു ദേഹദാരിയെയും ഓർമ്മിക്കരുത്. സബി ആത്മാവോം കോ കഹാ ജാതാ ഹെ അപ്പനെ ബാപ്പു കോ യാദ് കരോ. ബാബ പറയാണ്, എല്ലാ ആത്മാക്കളോടും ബാബ എന്താ പറയുന്നത്? അച്ഛനായ ബാബയെ ഓർമ്മിക്കൂ, അല്ലെ? ആത്മാക്കളുടെ അച്ഛനായ പരമാത്മാവിനെ ഓർമ്മിക്കൂ. അപ്പോൾ വാപ്പസ് ജാനാ ഹേ, ഇപ്പം നമുക്ക് തിരിച്ച് പോകേണ്ടതാണ്. കഹാം ജാനാ ഹേ, എവിടേക്കാണ് ഇപ്പോൾ പോകേണ്ടത് തിരിച്ച്? ശാന്തിധാം ഹോക്കർ നയി ദുനിയാമേ ജാനാ ഹേ, അതായത് ശാന്തിധാമത്തിലേക്ക് പോയി അവിടെ നിന്നും നമുക്ക് പുതിയ ലോകം, അല്ലെ, സ്വർഗം, സത്യയുഗത്തിലേക്ക് പോകണം. യഹുത്തോ പുരാനി ദുനിയാ ഹേന. അപ്പം ബാബ പറയാണ്, ഇത് പഴയ ലോകമല്ലേ. ജബ് ബാപ്പ് ആയേ തബ് സ്വർഗ കെ ദ്വാർ കുലെ.
അപ്പം ബാബ പറയാണ് എപ്പോഴാണോ ബാബ വരുന്നത് അപ്പോഴാണ് സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കുന്നത് എന്ന് ബാബ പറയാം. അബി തും ബച്ചെ ജാൻതേ ഹോ ഹം സംഗം യുഗ് പർ ബൈഠേ ഹേ. ബാബ പറയാണ് ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്കറിയാം നമ്മൾ എവിടെയാണ് ഇരിക്കുന്നത്, സംഗമ യുഗത്തിലാണ്. യഹ് ബി വണ്ടർ ഹേ ജോ സംഗം യുഗ് പർ ആക്കർ സ്റ്റീമർ മേ ബൈഠ്കർ ഫിർ ഉദർ ജാത്തേ ഹേ. ബാബ പറയാണ് ഇതും വളരെ അത്ഭുതകരമായ കാര്യമാണ്. അതായത് ചിലർ സംഗമയുഗത്തിൽ വരും, എന്നിട്ട് ബോട്ടിലിരുന്ന് വീണ്ടും അതിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ബാബ പറയാ. അബ് തും സംഗം യുഗ് പർ പുരുഷോത്തം ബന്നെ കെ ലിയെ ആക്കർ നാവ് മേം ബൈഠേ ഹോ പാർ ജാനെ കെ ലിയെ. അപ്പൊ ബാബ എന്താ പറയുന്നത്, ഇപ്പൊ നിങ്ങൾ കുട്ടികൾ ഈ സംഗമയുഗത്തിൽ പുരുഷോത്തമരായി മാറുന്നതിന് വേണ്ടി വന്നിട്ട് ഈ തോണിയിൽ ഇരിക്കുകയാണ്, അക്കരെ കടക്കുന്നതിന് വേണ്ടി. ഫിർ പുരാനി കലിയുഗ് ദുനിയാസെ ദിൽ ഉടാ ലേനി ഹോത്തി ഹെ. പിന്നെ നമ്മൾക്ക് എന്ത് വേണം, ഇരുന്ന് കഴിഞ്ഞാൽ തോണിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ പഴയ കലിയുഗി ലോകത്തോട് നമ്മൾ മനസ്സ് വെക്കരുതെന്ന് ബാബ പറയാം. ഇസ് ശരീർ ദ്വാര സിർഫ് പാർട്ട് ബജാന ഹോത്താ ഹെ. കേവലം നമ്മൾ ഈ ശരീരത്തിലൂടെ പാർട്ട് അഭിനയിക്കണം അല്ലേ. കലിയുഗി ലോകത്തില് നമുക്ക് കുറച്ച് പാർട്ടും കൂടി ഉണ്ട് ബാക്കി, അത് നിങ്ങൾ അഭിനയിക്കണം. അപ്പോൾ കേവലം ഈ ശരീരത്തിലൂടെ പാർട്ട് അഭിനയിക്കണം, അതായത് ഉത്തരവാദിത്തങ്ങളെല്ലാം നിറവേറ്റണം. പക്ഷേ ഈ പഴയ ലോകത്തോട് ഒരിക്കലും മനസ്സ് വെക്കരുത്. അബി ഹംകോ വാപസ് ജാനാ ഹേ ബഡി ഖുഷീസെ. ബാബ പറയാണ് ഇപ്പൊ നമ്മൾ കുട്ടികൾക്ക് തിരികെ പോകണം, വളരെ സന്തോഷത്തോടു കൂടിയിട്ട് പോകണമെന്ന് ബാബ പറയാം. മനുഷ്യ മുക്തി കെ ലിയെ കിത്തന മാതാ മാർത്തേ ഹേ പരന്തു മുക്തി ജീവൻ മുക്തി കാ അർത്ഥ നെഹി സമജ്തേ ഹേ. ബാബ പറയാണ് മനുഷ്യരാണെങ്കിൽ മുക്തിക്ക് വേണ്ടി എത്രയാ തലയിട്ടുടയ്ക്കുന്നതെന്ന് പറയാ ബാബ. പക്ഷെ ബാബ പറയാണ് ഈ മുക്തി ജീവൻ മുക്തി ഇതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല എന്ന് ബാബ പറയാ. ശാസ്ത്രോം കെ അക്ഷർ സിർഫ് സുനേ ഹുയേ ഹേ പരന്തു വഹ് ക്യാ ചീസ് ഹേ കോൻ ദേത്തെ ഹേ കബ് ദേത്തെ ഹേ യഹ് കുച്ച് ബി പത്താ നഹി ഹേ. ബാബ പറയാണ് ശാസ്ത്രത്തില് ഇങ്ങനെയുള്ള അക്ഷരങ്ങളൊക്കെ ഉണ്ടല്ലോ, മുക്തി ജീവൻ മുക്തി എന്നുള്ള പറഞ്ഞ അക്ഷരങ്ങളുണ്ട്. ഇത് കേവലം കേട്ടു വന്നിട്ടുണ്ട്. പക്ഷെ ബാബ പറയാണ് അത് എന്ത് വസ്തുവാണ്, അതായത് ഈ മുക്തി എന്താണ്, ജീവൻ മുക്തി എന്താണ്, അതെന്ത് വസ്തുവാണ്, അത് ആരാണ് നൽകുന്നത്, എപ്പോഴാണ് നൽകുന്നത്, ഈ കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല എന്ന് ബാബ പറയാം. തും ബച്ചെ ജാൻതേ ഹോ ബാബ ആത്തേ ഹേ മുക്തി ജീവൻ മുക്തി കാ വർഷ ദേനെ കെ ലിയെ. ബാബ പറയാണ് നിങ്ങൾ കുട്ടികൾക്കറിയാം ബാബ വന്നിരിക്കുന്നത് എന്തിനാണ്, മുക്തി ജീവൻ മുക്തിയുടെ സമ്പത്ത് നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. വഹ്ബി കോയി ഏക് ബാർ തോടെ ഹി അനേക് ബാർ. അതും ബാബ വന്നിരിക്കുന്നത് കേവലം ഒരു പ്രാവശ്യം നൽകാനല്ല, ഒരു പ്രാവശ്യമല്ല, അനേക പ്രാവശ്യം അല്ലേ. അനേക പ്രാവശ്യം ബാബ നമുക്ക് മുക്തി ജീവൻ മുക്തിയുടെ സമ്പത്ത് നൽകിയിട്ടുണ്ട്. ബേയന്ത് ബാർ തും മുക്തി സേ ജീവൻ മുക്തി ഫിർ ജീവൻ ബന്ധൻ മേം ആയേ ഹോ. ബാബ പറയാണ് അനേക തവണ നിങ്ങൾ ഈ മുക്തിയിൽ നിന്ന് ജീവൻ മുക്തിയിലേക്കും പിന്നീട് ജീവൻ ബന്ധനത്തിലേക്കും വന്നിട്ടുണ്ടെന്ന് ബാബ പറയാം. അതായത് മുക്തി എന്ന് പറയുമ്പോൾ ശാന്തിധാമം അല്ലേ. അനേക പ്രാവശ്യം നമ്മൾ ഈ പാർട്ട് കഴിഞ്ഞ് ഓരോ 5000 വർഷം കഴിയുമ്പോഴും നമ്മളുടെ ഈ പാർട്ട് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് മുക്തിധാമത്തിലേക്ക് പോകും, അതായത് ശാന്തിധാമം. അവിടുന്ന് വീണ്ടും നമ്മൾ പാർട്ട് അഭിനയിക്കാൻ സത്യയുഗത്തിലേക്ക് വരും അല്ലേ, സത്യത്രേതായുഗം, അതാണ് ജീവൻ മുക്തിധാമം. പിന്നീട് ദ്വാപര കലിയുഗത്തിലേക്ക് ജീവൻ ബന്ധനത്തിലേക്കും പോകും. അപ്പൊ ഇത് അനേക പ്രാവശ്യം പോയിട്ടുണ്ടെന്ന് ബാബ പറയാ. തുമേം അബി യഹ് സമജ് പടി കി ഹം ആത്മാ ഹേ ബാബ ഹം ബച്ചോം കോ ശിക്ഷ ബഹുത് ദേത്തെ ഹേ. ബാബ പറയാണ് നിങ്ങൾ കുട്ടികൾക്ക് ഇപ്പോൾ ഇതറിയാം, അതായത് ഞങ്ങൾ ആത്മാക്കളാണ്. ബാബ ഞങ്ങൾ കുട്ടികൾക്ക് ഒരുപാട് അറിവുകൾ തരുന്നുണ്ടെന്ന് ബാബ പറയാ. ഇത് കുട്ടികൾക്ക് മനസ്സിലായി. തും ഭക്തി മാർഗ് മേം ദുഃഖ് മേം യാദ് കർത്തേ ദേ
പരന്തോ പഹചാൻതേ നഹീ ദേ. അപ്പൊ ബാബ പറയാണ്, നിങ്ങൾ കുട്ടികൾ ഭക്തി മാർഗത്തിൽ ദുഃഖത്തിൽ, ഇത് ഭക്തി മാർഗത്തിലെ ദുഃഖമാണല്ലോ ശരിക്കും, ആ ദുഃഖത്തിൽ നിങ്ങൾ എന്നെ ഓർമ്മിച്ചിരുന്നു. പക്ഷെ ബാബ പറയാണ്, യഥാർത്ഥ രീതിയിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നില്ല. അഭി മേനെ തുമക്കോ അപ്നി പഹചാൻ ദി ഹേ കി കൈസേ മുझे യാദ് കരോ തോ തുമാരെ വികർമ്മ വിനാശ് ഹോങ്കെ. ബാബ പറയാണ്, ഇപ്പോൾ ഞാൻ വന്നിട്ട് നിങ്ങൾ കുട്ടികൾക്ക് എൻ്റെ പരിചയം നൽകിക്കഴിഞ്ഞു. അതുകൂടാതെ എങ്ങനെയാണ് എന്നെ ഓർമ്മിക്കുക, അതിലൂടെ നിങ്ങളുടെ വികർമ്മം വിനാശമാകുക, ഇതെല്ലാം ബാബ വന്നിട്ട് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു എന്ന് ബാബ പറയാം. അഭി തക് കിത്തനെ വികർമ്മ ഹുയേ ഹേ വഹ് അപ്പന പോത്താമേൽ രഖ്നെ സേ പതാ പടേഗ. ബാബ പറയാണ്, ഇതുവരെ നിങ്ങൾ എത്രമാത്രം വികർമ്മം ചെയ്തിട്ടുണ്ട് എന്ന കാര്യം നിങ്ങൾ നിങ്ങളുടെ കണക്ക് വെക്കുമ്പോഴേ അറിയാൻ സാധിക്കുള്ളൂ എന്ന് ബാബ പറയാം. ജോ സർവീസ് മേ ലഗേ രഹത്തെ ഹേ ഉൻകോ പതാ പഡ്താ ഹേ, ബച്ചോം കോ സർവീസ് കാ ഷോക്ക് ഹോത്താ ഹേ. ബാബ പറയാണ്, ആരാണോ സർവീസിൽ സേവനത്തിൽ മുഴുകിയിരിക്കുന്നത് അവർക്ക് അറിയാൻ കഴിയും. അതുപോലെ ബാബ പറയാണ്, കുട്ടികൾക്ക് സർവീസ് ചെയ്യാൻ, സേവനം ചെയ്യാൻ വളരെയധികം ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണമെന്ന് ബാബ പറയാം. ആപസ് മേ മിൽക്കർ റായിക്കർ നിക്കൽത്തേ ഹേ സർവീസ് പർ, മനുഷ്യോം കാ ജീവൻ ഹീരെ ജൈസെ ബനാനെ. അപ്പൊ ബാബ പറയാണ്, നിങ്ങൾ പരസ്പരം കൂടിയിരുന്നു കൊണ്ട് നിർദ്ദേശമൊക്കെ കൊടുത്തുകൊണ്ട് നിങ്ങൾ സർവീസിന് സേവനത്തിനിറങ്ങൂ. എന്ത് സേവനാണ്? മനുഷ്യന്റെ ജീവൻ, അതായത് വജ്ര സമാനമാക്കി മാറ്റുന്നതിനുള്ള സേവനം. ആ ഒരു സേവനം ചെയ്യാൻ നിങ്ങൾ പരസ്പരം കൂടിയിരുന്ന് ആലോചിച്ച് നിർദ്ദേശങ്ങളെല്ലാം എടുത്ത് സേവനത്തിനിറങ്ങൂന്ന് ബാബ പറയാം. യഹ് കിത്തന പുണ്യകാ കാര്യ ഹേ, ഇത് എത്ര പുണ്യമുള്ള കാര്യമാണെന്ന് ബാബ പറയാം. ഇസ്മേം ഗർച്ച് ആദി കി ബി കോയി ബാത്ത് നഹി. ബാബ പറയാണ്, ഇതില് ചിലവിന്റെ യാതൊരു കാര്യവുമില്ല എന്ന് ബാബ പറയാ. സിർഫ് ഹീരെ ജൈസ ബന്നെ കെ ലിയേ ബാപ്പുക്കോ യാദ് കർണാ ഹേ. അപ്പൊ ബാബ പറയുന്നത്, നിങ്ങൾക്ക് വജ്ര സമാനമായിട്ട് മാറുന്നതിന് വേണ്ടി നിങ്ങൾ കേവലം ബാബയെ ഓർമ്മിക്കൂ, അത്ര മാത്രമേ ബാബ പറയുന്നുള്ളൂ. പുക്ക് രാഗ് പരി സബ്ജി പരി ബി ജോ നാം ഹേ വഹ് തും ഹോ. ബാബ പറയാണ്, ഈ പുഷ്യരാഗം, അതുപോലെ എന്താണ്, അങ്ങനെ ഓരോ ഇതിന്റെ പേരുകളൊക്കെ നമ്മൾ പറയല്ലോ, വജ്രങ്ങളുടെയും രത്നങ്ങളുടെ ഒക്കെ പേര് പറയല്ലോ, അത് നിങ്ങളുടെ തന്നെയാണെന്ന് ബാബ പറയാ. കാരണം നമ്മൾ കുട്ടികളാണല്ലോ വജ്രസമാനമായിട്ട് മാറുന്നത്. അതാ ബാബ പറയുന്നത്, ഈ ഓരോ രത്നങ്ങളും നിങ്ങളുടെ പേര് തന്നെയാണ്. ജിത്തന യാദുമേം രഹേങ്കെ ഉത്തന ഹീരെ ജൈസ ബൻ ജായേങ്കെ. ബാബ പറയാണ്, നിങ്ങൾ എത്രമാത്രം എൻ്റെ ഓർമ്മയിലിരിക്കുന്നുവോ അത്രയും നിങ്ങൾ വജ്രത്തിന് സമാനമായിട്ട് മാറുക തന്നെ ചെയ്യുന്നു ബാബ പറയാ. കോയി മാണിക് ജൈസ കോയി പുക്കരാഗ് ജൈസ ബനേങ്കെ. അതായത് ചിലര് മുത്തായിട്ട് മാറും, ചിലര് പുഷ്യരാഗം, അല്ലെ, അങ്ങനെ പല പല പേരുകളുണ്ടല്ലോ, വജ്രം, മാണിക്യം, പുഷ്യരാഗം എന്നൊക്കെ പറഞ്ഞിട്ട്. അതാണ് ബാബ പറയുന്നത്. നൗ രത്ന ഹോത്തെ ഹേന. ബാബ പറയുന്നത് 9 രത്നങ്ങൾ ഉണ്ടല്ലോ. കോയി ഗ്രഹജാരി ഹോത്തി ഹേ തോ നൗ രത്ന കി അങ്കൂട്ടി പഹൻതേ ഹേ. അപ്പൊ ബാബ പറയാണ്, ഇപ്പൊ എന്തെങ്കിലും ഗ്രഹണം ഉള്ള സമയത്തല്ലേ, മോശമായ സമയത്തൊക്കെ എന്താ ചെയ്യുക, നിങ്ങൾ ഈ 9 രത്നങ്ങൾ പതിച്ച മോതിരമൊക്കെ അണിയാറുണ്ടല്ലോ എന്ന് ബാബ പറയാ. അല്ലെ, 9 രത്നങ്ങൾ പതിച്ചതുണ്ടാവും, അതിൽ സെന്ററിലത്തെ രത്നമായിരിക്കും വജ്രം, ചുറ്റും ഇതുപോലെ പുഷ്യരാഗം, മാണിക്യം എന്നൊക്കെ പറഞ്ഞ് പല പല പേരുകളിലുള്ള രത്നങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ അതാ പറയുന്നത്, ഇത് നിങ്ങൾ തന്നെയാണെന്ന് ബാബ പറയാ. ഭക്തി മാർഗമേ ബഹുത്ത് ടോട്ടക ദേത്തേ ഹേ. ബാബ പറയുന്നത് ഭക്തി മാർഗത്തിലെ അനവധി ഈ മന്ത്രവാദങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാ ബാബ. യഹാം തോ സബ് ധർമ്മ വാലോം കെ ലിയേ ഏക് ഹി ടോട്ടക ഹേ. ബാബ പറയുന്നത്, ഇവിടെയാണെങ്കിലോ എല്ലാ ധർമ്മത്തിലുള്ളവർക്കും ഒരേ ഒരു മന്ത്രമാണ്, അതായത് മന്മനാഭവ. ഇവിടെ ഒരേ ഒരു മന്ത്രം മാത്രമേ ഉള്ളൂ. ഭക്തിമാർഗത്തിലാണെങ്കിലോ അനേകം മന്ത്രതന്ത്രങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ബാബ തരുന്ന മന്ത്രം ഏതാണ്?
മന്മനാഭവ, അതായത് സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ഒരേ ഒരു പരമാത്മാവിനെ ഓർമ്മിക്കാം. അതാണ് ഇവിടെ നമുക്ക് ബാബ നൽകുന്ന മഹാമന്ത്രം. ബാബ പറയുന്നത് എന്തുകൊണ്ടാണ്? ഗോഡ് ഈസ് വൺ, ദൈവം ഒന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് എല്ലാ മതസ്ഥർക്കും ഈ ഒരു മന്ത്രം ബാബ കൊടുക്കുന്നത്. മനുഷ്യസെ ദേവത ബന്നെ വ മുക്തി ജീവൻ മുക്തി പാനെ കി തത്ബീർ ഏക് ഹി ഹേ, അതായത് മനുഷ്യനിൽ നിന്നും ദേവതയായിട്ട് മാറുക അല്ലെങ്കിൽ മുക്തി ജീവൻ മുക്തി നേടുന്നതിന് ഈ ഒരേ ഒരു വഴി മാത്രമാണ്, അതായത് മന്മനാഭവ. സിർഫ് ബാപ്പ് കോ യാദ് കർണ തക്ലീഫ് കി കോയി ബാത്ത് നഹി. ബാബ പറയുന്നത് എന്താണ്? നിങ്ങൾ കേവലം ബാബയെ ഓർമ്മിക്കൂ, ഇതിൽ ബുദ്ധിമുട്ടേണ്ടതായ യാതൊരു കാര്യവുമില്ല എന്ന് ബാബ പറയാം. സോച്ചന ചാഹിയെ മുझे യാദ് ക്യൂം നഹി ടഹർത്തി. ബാബ പറയാം നിങ്ങളിത് ഓർമ്മിക്കണം, എന്തുകൊണ്ടാണ് എനിക്ക് ഈ ഓർമ്മ നിലനിൽക്കാത്തത്, അത് നിങ്ങൾ ചിന്തിക്കണം എന്ന് ബാബ പറയാ. സാരെ ദിൻമേം ഇത്തന തോട ക്യൂം യാദ് കിയ. ഇത്ര ഒരു ദിവസം മുഴുവൻ ഉണ്ടായിട്ടും നിങ്ങൾ ഇത്ര വളരെ കുറച്ചു മാത്രമാണ് ഓർമ്മിക്കുന്നത്, അത് എന്തുകൊണ്ട്? ജബ് ഇസ് യാദ് സേ ഹം എവർ ഹെൽത്തി നിരോഗി ബനേംഗെ തോ ക്യൂം നാ അപ്പന ചാർട്ടരേക്ക് ഉന്നതി കോ പായേ. ബാബ പറയാണ്, അതായത് ഈ ഒരു ഓർമ്മ കൊണ്ട് നമ്മൾ എവർ ഹെൽത്തിയായി മാറും, നിരോഗിയായിട്ടും മാറുന്നുണ്ട്. എന്നിട്ടും ബാബ പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾ സ്വയത്തിന്റെ ചാർട്ട് വെച്ച് ഉന്നതി നേടുന്നില്ല എന്ന് ബാബ ചോദിക്കാം. ബഹുത്ത് ഹേ ജോ ദോ ചാർ റോസ് ചാർട്ട് രേക്ക് ഫിർ ഭൂൽ ജാത്തെ ഹേ. ബാബ പറയണ ധാരാളം പേരിങ്ങനെയുണ്ട്, 2-4 ദിവസമൊക്കെ ചാർട്ട് വെക്കും, പിന്നീട് മറന്നു പോകും. കോയി കോബി സമജാന ബഹുത്ത് സഹജ് ഹോത്താ ഹേ. ബാബ പറയുന്നത് ഇതാർക്കും മനസ്സിലാക്കി കൊടുക്കാൻ വളരെ എളുപ്പമാണ്. നയി ദുനിയാ കോ സത്യയുഗ് ഓർ പുരാനി കോ കലിയുഗ് കഹാ ജാതാ ഹേ. ബാബ പറയാണ്, പുതിയ ലോകത്തെ സത്യയുഗമെന്നും പഴയ ലോകത്തെ കലിയുഗമെന്നും പറയുന്നു. കലിയുഗ് ബദൽ സത്യയുഗ് ഹോഗ. കലിയുഗം മാറിയിട്ട് സത്യയുഗം വരും. ബദലി ഹോത്താ ഹേ തബ് ഹം സമജാ രഹേ ഹേ. ബാബ പറയുന്നത് എപ്പോഴാണോ നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കുന്നത് അപ്പോഴാണ് ഇതെല്ലാം പരിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെ? ബാബ പറയുന്ന കാര്യങ്ങൾ ബുദ്ധിയിലേക്ക് എടുക്കണ്ടേ? മനസ്സിലാകുമ്പോഴാണ് ഈ പരിവർത്തനവും സംഭവിക്കുന്നതെന്ന് ബാബ പറയാം. कई बच्चों को यह भी पक्का निश्चय नहीं है कि यह वही निराकार बाप हमें ब्रह्मा तन्मयമാക്കർ പഠാ രഹാ ഹേ. ബാബ പറയുന്നത് കുറേ കുട്ടികൾക്ക് ഇത് നിശ്ചയം പക്കാ നിശ്ചയമില്ല, അതായത് ഇത് അതേ നിരാകാരനായ ബാബയാണ് ബ്രഹ്മാവിൻ്റെ ശരീരത്തിലൂടെ വന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. ഈ ഒരു കാര്യം പക്കാ നിശ്ചയമില്ലാത്ത കുറേ കുട്ടികളുമുണ്ടെന്ന് ബാബ പറയാം. അരേ ബ്രാഹ്മൺ ഹേന. ബാബ പറയാ നിങ്ങൾ ബ്രാഹ്മണരല്ലേ? ബ്രഹ്മ കുമാർ കുമാരിയാ കഹലാത്തെ ഹേ ഉസ്കാ അർത്ഥ ഹി ക്യാ ഹേ. ബാബ പറയുന്നത് നിങ്ങളെ എന്താ പറയാ? ബ്രഹ്മ കുമാർ ബ്രഹ്മകുമാരി എന്നല്ലേ പറയാ? അതിന്റെ അർത്ഥം എന്താണ്? വർഷ കഹാംസേ മിലേഗ. ഈ സമ്പത്ത് നിങ്ങൾക്ക് എവിടെ നിന്നാണ് ലഭിക്കുക? എഡോപ്ഷൻ തബ് ഹോത്തി ഹേ ജബ് കുച്ച് പ്രാപ്തി ഹോത്തി ഹേ. ബാബ പറയുന്നത് എപ്പോഴാണോ പ്രാപ്തി ഉണ്ടാകുന്നത് അപ്പോഴാണല്ലോ ദത്തെടുക്കപ്പെടുന്നതൊക്കെ നടക്കുന്നത്. ദത്തെടുക്കൽ നടക്കുന്നത് അപ്പോഴാണല്ലോ. തും ബ്രഹ്മ കെ ബച്ചേ ബ്രഹ്മ കുമാർ കുമാരി ക്യൂം ബനേ ഹോ. ബാബ പറയുന്നത് നിങ്ങൾ ബ്രഹ്മാവിൻ്റെ മക്കൾ ബ്രഹ്മകുമാർ ബ്രഹ്മകുമാരിയായിട്ട് എന്തിനാണ് മാറിയിട്ടുള്ളത്? സച്മുച്ച് ബനേ ഹോ യാ ഇസ്മേം ബി കോയി കോ സംശയ് ഹോ പടുത്താ ഹേ. ബാബ ചോദിക്ക, സത്യമായിട്ടും നിങ്ങൾ അങ്ങനെ ആയി മാറിയിട്ടുണ്ടോ? ബ്രഹ്മകുമാരനും കുമാരിയുമായിട്ട് സത്യത്തിൽ നിങ്ങൾ മാറിയിട്ടുണ്ടോ? അതോ നിങ്ങൾക്കിതിൽ എന്തെങ്കിലും സംശയമുണ്ടോ എന്ന് ബാബ ചോദിക്കാം. जो महान सौभाग्यशाली बच्चे हैं वह स्त्री पुरुष साथ में रहते बाई बाई होकर रहेंगे. ബാബ പറയുന്നത് ആരാണോ മഹാസൗഭാഗ്യശാലിയായിട്ടുള്ള കുട്ടികൾ അവർ സ്ത്രീയും പുരുഷനും പരസ്പരം ഒരുമിച്ച് ജീവിച്ചുകൊണ്ടും ബാബ പറയുന്നത് സഹോദര സഹോദര ഭാവത്തിലായിരിക്കും അവരിയ്ക്കുക.
സ്ത്രീ പുരുഷക്ക ബാൻ നെഹി ഹോഗ, അതായത് സ്ത്രീയാണ് പുരുഷനാണ് എന്നുള്ള ദേഹബോധമേ ഉണ്ടായിരിക്കില്ല എന്ന് ബാബ പറയാം. പക്കേ നിശ്ചയ ബുദ്ധി നെഹി ഹേ തോ സ്ത്രീ പുരുഷയ്ക്ക് ദൃഷ്ടി ബദൽനെ മേം ബി ടൈം ലഗ്താ ഹേ. ബാബ പറയുന്നത് ഈ ഒരു കാര്യത്തില് ഉറച്ച നിശ്ചയമില്ല എങ്കിൽ ഈ സ്ത്രീ പുരുഷൻ എന്ന ആ ദൃഷ്ടി മാറുന്നതിന് കുറേ സമയമെടുക്കുമെന്ന് ബാബ പറയാം. മഹാൻ സൗഭാഗ്യശാലി ബच्चे ജട്ട് സമജ് ജാത്തെ ഹേ ഹം ബി സ്റ്റുഡന്റ് യഹ് ബി സ്റ്റുഡന്റ് ഭായി ബഹൻ ഹോ ഗയേ. ബാബ പറയാണ്, മഹാസൗഭാഗ്യശാലിയായിട്ടുള്ള കുട്ടികൾ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കും, ഞാനും സ്റ്റുഡൻ്റാണ് ഇവരും സ്റ്റുഡൻ്റാണ്, ഞങ്ങൾ പരസ്പരം ഭായി ബഹൻ അതായത് സഹോദരി സഹോദരനാണ്. ഈ ഒരു കാര്യം പെട്ടെന്ന് മനസ്സിലാക്കുമെന്ന് പറയാ ബാബ. സൗഭാഗ്യശാലിയായിട്ടുള്ള കുട്ടികൾ. യഹ് ബഹാദുരി ചൽ തബ് സക്തി ഹേ ജബ് അപ്പനെ കോ ആത്മാ സമझे. ബാബ പറയുന്നത് ഈ ഒരു കാര്യം എപ്പോഴാണ് വരിക, എപ്പോഴാണ് സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കുന്നത്, ആ നിശ്ചയം എപ്പോഴാണോ വരുന്നത് അപ്പോഴാണ് ഈ ഒരു കാര്യം പെട്ടെന്ന് തന്നെ നടക്കുക എന്ന് ബാബ പറയാം. ആത്മായേൻ തോ സബ് ബായി ബായി ഹേ ഫിർ ബ്രഹ്മ കുമാർ കുമാരിയാം ബന്നെ സെ ബായി ബഹൻ ഹോ ജാത്തെ ഹേ. ബാബ പറയുന്നത് ആത്മാക്കള് പരസ്പരം സഹോദര സഹോദരന്മാരാണ് അല്ലെ. നമ്മൾ ആത്മരൂപത്തില് അല്ലെ, പോയിന്റ് ഓഫ് ലൈറ്റ് ആത്മരൂപത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മളെല്ലാവരും പരസ്പരം സഹോദര സഹോദരനാണ്. കാരണം ആത്മാവിനെ പുരുഷനായിട്ടാണല്ലോ പറയുന്നത്, അപ്പൊ സഹോദര സഹോദരനാണ്. പിന്നീട് നമ്മൾ ബ്രഹ്മ കുമാർ കുമാരി എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ശരീരത്തിലായിരിക്കും. കാരണം ഓരോ ആത്മാക്കളും ഓരോരോ സ്ത്രീയുടെയോ അല്ലെങ്കിൽ പുരുഷന്റെയോ ശരീരത്തിലാണല്ലോ ഇരിക്കുക. അപ്പൊ ബ്രഹ്മ കുമാർ കുമാരിമാരെന്ന് പറയുമ്പോൾ അവിടെ ശരീരത്തിലിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരസ്പരം എന്തായി മാറും, സഹോദരൻ സഹോദരി എന്നുള്ള രീതിയിലാണ് അവിടെ ഇരിക്കുക എന്ന് ബാബ പറയാം. കോയി തോ ബന്ധൻ മുക്ത് ബി ഹേ തോ ബി കുച്ച് നാ കുച്ച് ബുദ്ധി ജാതി ഹേ. ബാബ പറയുന്നത് ചിലരാണെങ്കിലോ ബന്ധനമുക്തരാണ്, അവർക്ക് ബുദ്ധി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അലയുന്ന ബാബ പറയാ. കർമാതീത അവസ്ഥ ഹോനേമേം ടൈം ലഗ്താ ഹേ. ബാബ പറയുന്നത് കർമാതീത അവസ്ഥയിലേക്ക് വരാൻ തീർച്ചയായിട്ടും സമയമെടുക്കുന്ന ബാബ പറയാം. തും ബച്ചോം കെ അന്തർ ബഹുത്ത് ഖുഷി രഹനി ചാഹിയെ. ബാബ പറയാണ്, നിങ്ങൾ കുട്ടികളുടെ ഉള്ളിൽ വളരെയധികം സന്തോഷമുണ്ടായിരിക്കണം. കോയി ബി ജഞ്ചട്ട് നെഹി, നിങ്ങൾ പരസ്പരം ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതെന്ന് ബാബ പറയാ. ഹം ആത്മായേ അബ് ബാബ കെ പാസ് ജാതി ഹേ പുരാനെ ശരീർ ആദി സബ് ചോഡ്കർ. ബാബ പറയാണ്, നമ്മൾ എല്ലാവരും ഇപ്പോൾ ബാബയുടെ അടുത്തേക്ക് പോകും, പഴയ ഈ ശരീരമെല്ലാം ഉപേക്ഷിച്ചിട്ട് അല്ലെ, എല്ലാം ഉപേക്ഷിച്ചിട്ട് നമ്മൾ ആത്മാക്കൾ നമ്മുടെ അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്ന ബാബ പറയാം. ഹംനെ കിത്തന പാർട്ട് ബജായ ഹേ, നമ്മൾ എത്ര മാത്രം പാർട്ടാണ് അഭിനയിച്ചു കഴിഞ്ഞതെന്ന് ബാബ പറയാ അല്ലെ. നമ്മൾ ആത്മാക്കള് 5000 വർഷം മുമ്പ് തുടങ്ങി അല്ലെ, സത്യയുഗം മുതൽ സത്യത്രേതായുഗം ദ്വാപര കലിയുഗം. അപ്പോൾ എത്ര പാർട്ട്, ദേവതയുടെ പാർട്ട്, ക്ഷത്രിയന്റെ, വൈശ്യൻ, ശൂദ്രൻ, പിന്നെ ബ്രാഹ്മണൻ, ഈ പാർട്ടുകളെല്ലാം നമ്മൾ അഭിനയിക്കുന്നത്, നമ്മൾ ആത്മാക്കളാണല്ലോ ഇതൊക്കെ അഭിനയിക്കുന്നത്. അത് മാത്രല്ല ഓരോ യുഗത്തിലും എത്ര ജന്മങ്ങള്, അപ്പൊ എത്ര പാർട്ടാണ് നമ്മൾ അഭിനയിച്ചു കഴിഞ്ഞത്. അബ് ചക്ര പൂരാ ഹോത്താ ഹേ, ഇപ്പോ ഈ ചക്രം മുഴുവൻ പൂർത്തിയായിരിക്കുകയാണെന്ന് ബാബ പറയാ. ऐसे ऐसे अपने साथ बातें करनी होती है. ബാബ പറയുന്നത് ഇങ്ങനെ നിങ്ങൾ സ്വയത്തോട് സംസാരിക്കണമെന്ന് ബാബ പറയാം. जितना बात करते रहेंगे उतना हर्षित भी रहेंगे और अपनी चलन को भी देखते रहेंगे. അപ്പൊ ബാബ പറയുന്നത് നിങ്ങൾ എത്രമാത്രം നിങ്ങളെ സ്വയത്തോട് സംസാരിക്കുന്നുവോ അത്രയും നിങ്ങൾക്ക് ഹർഷിതമായിരിക്കും, അതായത് സന്തോഷമായിട്ടിരിക്കാൻ കഴിയുന്ന ബാബ പറയാ. അതുകൂടാതെ സ്വയത്തിന്റെ പെരുമാറ്റം അതും നമ്മൾ നിരീക്ഷിക്കും അല്ലെ. എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള്, കഹാം തക് ഹം ലക്ഷ്മി നാരായൺ കോ വർണ്ണേ ലായക് ബനേ ഹേ, അതായത് ലക്ഷ്മി നാരായണനെ വരിക്കാൻ എത്രമാത്രം ഞാൻ യോഗ്യനായി, ആ ഒരു കാര്യവും നമ്മൾ ചെക്ക് ചെയ്യുന്നു ബാബ പറയാം. ബുദ്ധി സെ സമജാ ജാതാ ഹേ അഭി തോടെ സെ സമയമേം പുരാന ശരീർ ചോടനാ ഹേ. ബുദ്ധി കൊണ്ട് ഈ ഒരു കാര്യവും മനസ്സിലാക്കും, അതായത് ഇപ്പോൾ ഇനി വളരെ കുറച്ച് സമയമേയുള്ളൂ
ഈ പഴയ ശരീരം ഉപേക്ഷിക്കാനായിട്ട്. തും ആക്ടേഴ്സ് ബി ഹോന, ബാബ പറയാ നിങ്ങൾ അഭിനേതാക്കൾ കൂടിയല്ലേ. അല്ല, അഭിനേതാക്കൾ എങ്ങനെയാണ്? അവരുടെ അഭിനയം കഴിയുമ്പോൾ അവരുടെ ആ ഒരു വസ്ത്രം ഊരി വെക്കുമല്ലോ, അതാണ് ബാബ പറയുന്നത്. അപ്പനേക്കോ ആക്ടേഴ്സ് സമജ്തേഹോ, അതായത് സ്വയം അഭിനേതാക്കളാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ആകെ നെഹി സമജ്തേതേ, നിങ്ങൾ മുന്നിതൊന്നും മനസ്സിലാക്കിയിരുന്നില്ല എന്ന് ബാബ പറയാ. അഭി യഹ് നോളേജ് മിലി ഹേ തോ അന്തർ മേം ഖുഷി ബഹുത് രഹനി ചാഹിയേ. ബാബ പറയാണ്, ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അറിവ് ലഭിച്ചു കഴിഞ്ഞു. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എത്രമാത്രം സന്തോഷമുണ്ടായിരിക്കണം. പുരാനി ദുനിയാസെ വൈരാഗ്യ നഫരത് ആനി ചാഹിയേ. അപ്പോൾ ബാബ പറയാണ്, ഈ പഴയ ലോകത്തോട് നിങ്ങൾക്ക് വൈരാഗ്യം, അതായത് മമത്വം ഇല്ലായ്മ, മമത്വം വരരുത് നമുക്ക് ഈ പഴയ ലോകത്തോട്. അതുപോലെ നമുക്ക് ഇതിനോട് വെറുപ്പും ഉണ്ടായിരിക്കണം എന്ന് ബാബ പറയാം. കാരണം ഇത് വളരെ മോശമായ ലോകമാണല്ലോ, അതിനോട് മമത്വവും വേണ്ട, അതുപോലെ വെറുപ്പുണ്ടായിരിക്കണം എന്ന് ബാബ പറയാം. തും ബേഹദ് കെ സന്യാസി രാജയോഗി ഹോ, നിങ്ങൾ പരിധിയില്ലാത്ത സന്യാസി രാജയോഗിയാണ്. ഇസ് പുരാനെ ശരീർ കാ ബി ബുദ്ധി സെ സന്യാസ് കർണ ഹെ. ബാബ പറയുന്നത്, ഈ പഴയ ശരീരത്തോടും നിങ്ങൾ ബുദ്ധി കൊണ്ട്, ശരീരത്തിനെയും നിങ്ങൾ ബുദ്ധി കൊണ്ട് സന്യാസം ചെയ്യണം. ആത്മാ സമജ്തി ഹെ ഇൻസെ ബുദ്ധി നെഹി ലഗാനി ഹെ, അതായത് ആത്മാവ് മനസ്സിലാക്കുന്നുണ്ട് ഈ ശരീരത്തില് ബുദ്ധി വെക്കേണ്ട കാര്യമില്ല, അല്ല, ഈ ശരീരത്തിനോട് മനസ്സ് വെക്കേണ്ട കാര്യമില്ല എന്ന് ആത്മാവ് മനസ്സിലാക്കുന്നുണ്ട്. ബുദ്ധി സെ ഇസ് പുരാനി ദുനിയ പുരാനെ ശരീർ കാ സന്യാസ് കിയാ ഹെ, ബുദ്ധി കൊണ്ട് ഈ പഴയ ലോകം, പഴയ ശരീരം, ഇതിൻ്റെയെല്ലാം സന്യാസം ചെയ്യണം. അബി ഹം ആത്മായേം ജാതി ഹെ ജാക്കർ ബാപ്പ് സെ മിലേഗി. ഇപ്പൊ നമ്മൾ ആത്മാക്കള് പോവുകയാണ്, പോയിട്ട് നമ്മൾ നമ്മുടെ അച്ഛനുമായി മിലനം ചെയ്യും. സോബി തബ് ഹോഗ ജബ് ഏക് ബാപ്പ് കോ യാദ് കരേങ്കെ. അതും എപ്പോഴാണ് സംഭവിക്കുക? എപ്പോഴാണോ ഒരേ ഒരു ബാബയെ മാത്രം ഓർമ്മിക്കുന്നത്, അപ്പോഴാണിത് സംഭവിക്കുക എന്ന് ബാബ പറയാം. ഓർ കിസ്കോ യാദ് കിയാത്തോ സ്മൃതി ജരൂർ ആയേഗി. അഥവാ നിങ്ങൾ ഇനി വേറെ ആരെങ്കിലുമാണ് ഓർമ്മിക്കുന്നതെങ്കിൽ അത് അവരെ സ്മൃതിയിൽ വരും. ഫിർ സസാബി ഖാനി പടേഗി. പിന്നീട് നിങ്ങൾക്ക് ഒരുപാട് ശിക്ഷകളും അനുഭവിക്കേണ്ടി വരും. ഓർ പദവി ഭ്രഷ്ട് ഹോ ജായേഗ. അതുമാത്രമല്ല, പദവിയും വളരെയധികം നഷ്ടപ്പെടും, അല്ലെ? ഉയർന്ന പദവി ലഭിക്കില്ല. ഒരേ ഒരു ബാബയുടെ ഓർമ്മയിൽ ഇരിക്കുമ്പോൾ മാത്രമാണ് ഉയർന്ന പദവി ലഭിക്കുക. വേറെ ആരെയെങ്കിലും ഓർമ്മിച്ചുകൊണ്ടിരുന്നാൽ അന്തിമത്തിൽ എന്തായിരിക്കും? അവരുടെ സ്മൃതി വരും. അപ്പോൾ ബാബ പറയുന്നത്, അപ്പൊ തോറ്റുപോയില്ലോ, അപ്പോൾ ശിക്ഷകളും അനുഭവിക്കേണ്ടി വരും, പദവിയും ഭ്രഷ്ടമാകും. जो अच्छे अच्छे स्टूडेंट होते हैं वह अपने साथ प्रतिज्ञा कर लेते हैं कि हम സ്കോളർഷിപ്പ് लेकर ही छोड़ेंगे. അതായത് ബാബ പറയാണ്, നല്ല നല്ല സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടാകുമല്ലോ, അവരെന്താ ചെയ്യുക? അവർ സ്വയം പ്രതിജ്ഞ ചെയ്യും, ഞങ്ങൾ സ്കോളർഷിപ്പ് നേടിയിട്ടേ വിടൂ. ആ ഒരു പ്രതിജ്ഞയൊക്കെ ചെയ്യുവാറുണ്ടല്ലോ, സ്കൂളിലും കോളേജിലും ഒക്കെ കണ്ടിട്ടില്ലേ? തോ യഹാം ബി हर एक को यह ख्याल में रखना है कि हम बाप से पूरा राज्यभाग लेकर ही छोड़ेंगे. അപ്പൊ ബാബ പറയുന്നത്, അതുപോലെ നിങ്ങൾ ഇവിടെയും എല്ലാവരും ഈ ഒരു ചിന്ത, എല്ലാവർക്കും ഈ ഒരു ചിന്തയുണ്ടായിരിക്കണം. അതായത് ഞങ്ങൾ തീർച്ചയായിട്ടും ഈ ബാബയിൽ നിന്നും മുഴുവൻ രാജ്യഭാഗ്യം നേടിയിട്ടേ വിടൂ. ആ ഒരു ചിന്ത നിങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരിക്കണമെന്ന് ബാബ പറയാം. ഉൻകി ഫിർ ചലൻ ബി ऐसे भी रहेगे. അപ്പൊ അങ്ങനെ ഒരു ചിന്ത വരുമ്പോ നമ്മുടെ പെരുമാറ്റവും എങ്ങനെയായിരിക്കും? അതുപോലെയായിരിക്കും. ആകെ ചൽ പുരുഷാർത്ഥ കർത്തേ കർത്തേ ഗോപൽ കർണ ഹേ. ബാബ പറയുന്നത്, മുന്നോട്ട് പോകുന്തോറും നിങ്ങൾ പുരുഷാർത്ഥം ചെയ്ത് മുന്നേറണമെന്ന് ബാബ പറയാ. വഹ് തബ് ഹോഗ ജബ് റോസ് ശാം കോ അപ്നി അവസ്ഥ കോ ദേഖേംഗെ. ബാബ പറയുന്നത്, അങ്ങനെയുള്ളൊരു അവസ്ഥ എപ്പോഴാണ് ഉണ്ടാവുക? എപ്പോഴാണോ ദിവസം നിങ്ങൾ രാത്രി നിങ്ങളുടെ സ്വന്തം, അതായത് നമ്മുടെ അവസ്ഥ പരിശോധിക്കാൻ ബാബ പറഞ്ഞുല്ലോ. അതായത് നമ്മൾ എത്രമാത്രം ബാബയെ ഓർമ്മിക്കുന്നുണ്ട്, ആർക്കും ദുഃഖം കൊടുത്തിട്ടില്ലല്ലോ, അങ്ങനെയുള്ള കണക്കുകൾ എന്നും രാത്രി നോക്കാൻ ബാബ പറഞ്ഞില്ലേ?
അങ്ങനെ എന്നും നമ്മൾ സ്വയത്തെ ചെക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ മുന്നോട്ട് പോകുള്ളൂ. അതാണ് ബാബ പറയുന്നത്. അങ്ങനെ ഒരു അവസ്ഥ വരണമെങ്കിൽ നിങ്ങൾ ദിവസവും നിങ്ങളുടെ സ്വന്തം കണക്ക് പരിശോധിക്കണം. അപ്പോഴാണ്, കാരണം ചെക്ക് ചെയ്യുമ്പോഴാണ് നമ്മളിൽ വരുന്ന തെറ്റുകൾ നമ്മൾക്ക് മനസ്സിലാകുക. അപ്പോഴാണ് അത് ചേഞ്ച് ചെയ്യാനും സാധിക്കുക. അപ്പോഴാണ് നമുക്ക് മുന്നേറാൻ സാധിക്കാന്ന് ബാബ പറയാം. ബാബ കെ പാസ് സമാചാർത്തോ ഹർ ഏക കാ ആതാ ഹേന. ബാബ പറയുന്നത് ബാബയുടെ അടുത്താണെങ്കിലോ എല്ലാവരുടെ വാർത്തകളും എത്തുന്നുണ്ട്. ബാബ ഹർ ഏക കോ സമജ് സക്തേ ഹേ, കിസ്കോ തോ കഹ് ദേത്തെ കി തുമാരേ മേ വഹ് നഹി ദിക്കായി പഡ്താ ഹേ. ബാബ പറയുന്നത് ബാബയ്ക്കാണെങ്കിലോ എല്ലാവരെയും അറിയാം, എല്ലാവരെയും ബാബ മനസ്സിലാക്കുന്നുണ്ട്. ചിലരുടെ അടുത്താണെങ്കിൽ ബാബ പറയും നിങ്ങളിൽ ഇങ്ങനെ ഒരു വിശേഷതയൊന്നും കാണുന്നില്ല. കാരണം ചില കുട്ടികൾ ബാബ പറഞ്ഞാലും തീരെ അനുസരിക്കാത്തവരുണ്ടായിരിക്കും. അങ്ങനെയുള്ളവരെ കാണുമ്പോൾ തന്നെ ബാബയ്ക്ക് അറിയാം. അപ്പം ബാബ അവരോട് പറയും ചെയ്യും, നിങ്ങളിൽ ഇതൊന്നും കാണപ്പെടുന്നില്ലല്ലോ. കാരണം എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് പെരുമാറ്റത്തിലൊക്കെ കാണുമല്ലോ. ഒന്നും കാണാതാകുമ്പോൾ ബാബ പറയും യഹ് ലക്ഷ്മി നാരായൺ ബന്നെ ജൈസെ ശക്കൽ ദിക്കായി നെഹി പടുത്തി. ബാബ പറയുന്നത് ഇവരില് ലക്ഷ്മി നാരായണനായിട്ട് മാറണമെങ്കിൽ അങ്ങനെയൊരു പെരുമാറ്റം അല്ലെ, അങ്ങനെയൊരു മുഖത്തിൽ അത് കാണണ്ടേ, അത് കാണപ്പെടുന്നില്ല എന്ന് ബാബ പറയാം. ചലൻ ഖാൻ പാൻ ആദി തോ ദേക്കോ. ബാബ പറയുന്നത് പെരുമാറ്റം അഥവാ പിന്നെ കഴിക്കുന്നത് കുടിക്കുന്നത് ഇതെല്ലാം നോക്കൂ. സർവീസ് കഹാം കർത്തേഹോ, അതുപോലെ സേവനം എവിടെ ചെയ്യുന്നത് അതും ചെയ്യുന്നുണ്ടായിരിക്കില്ല. ഫിർ ക്യാ ബനേങ്കെ, പിന്നെ നിങ്ങൾ എന്താവാനാണ് എന്ന് ബാബ പറയാം അല്ലേ. ബാബയുടേതായി മാറി നമുക്ക് അങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ പെരുമാറ്റം, നമ്മുടെ കഴിക്കുന്നത് കുടിക്കുന്നത്, അതുപോലെ ബാബയുടെ സേവനം ചെയ്യുന്നത് ഇതിലെല്ലാം ഒരു മാറ്റം വരും. അപ്പോൾ ഒരു മാറ്റവുമില്ല അതുപോലെ തന്നെ ഇരിക്കുകയാണെങ്കിൽ ബാബ പറയാണ് നിങ്ങൾ പിന്നെ എന്തായിട്ടാ മാറുക. ഫിർ ദിൽമേം സമജ്തേ ഹേ ഹം കുച്ച് കർക്കേ ദിക്കായേ, പിന്നെ മനസ്സിലാക്കുക എന്താണ്, ഞങ്ങൾ എന്തെങ്കിലും ചെയ്ത് കാണിക്കാം. ഇസ്മേം ഹർ ഏക് കോ ഇൻഡിപെൻഡന്റ് അപ്നി തക്ബീർ ഊഞ്ച് ബനാനെ കേ ലിയേ പഠനാ ഹേ. ബാബ പറയുന്നത് ഈ ഒരു കാര്യത്തില് നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയി സ്വയത്തിന്റെ ഭാഗ്യം ഉയർത്താനായിട്ട് പഠിക്കുക തന്നെ വേണം. അല്ലാതെ എനിക്ക് വേണ്ടി മറ്റുള്ളവർ ചെയ്യുക അങ്ങനെ ഉണ്ടായിരിക്കില്ല. എനിക്ക് വേണമെങ്കിൽ ഞാൻ ചെയ്യാം അല്ലെ. സ്വയം ആർക്കാണോ വേണ്ടത്, ആരാണോ നേടേണ്ടത് അവർ ചെയ്യണം. അതായത് ആരാണോ ചെയ്യുന്നത് അവർ നേടും, അങ്ങനെയാണല്ലോ പറയാ. അപ്പോൾ സ്വയം ചെയ്യണം. ഓരോ കാര്യങ്ങളും ചെക്ക് ചെയ്തുകൊണ്ട് തൻ്റെ ഉന്നതിക്ക് തൻ്റെ ഭാഗ്യം ഉണ്ടാക്കുക എന്നുള്ളത് ഓരോരുത്തരുടെയും കടമയാണ്. അപ്പം അതിനുവേണ്ടി പഠിക്കുക തന്നെ വേണമെന്ന് ബാബ പറയാം. अगर श्रीमत पर नहीं चलते तो फिर इतना ऊंच पद भी नहीं पा सकेंगे. ബാബ പറയുന്നത് അഥവാ നിങ്ങൾ ബാബ തരുന്ന ശ്രീമതത്തിലൂടെ നടക്കുന്നില്ല എങ്കിൽ ഇത്രയും ഉയർന്ന പദവി നേടാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് ബാബ പറയാം. അബി പാസ് നെഹി ഹുയേ തോ കൽപ്പ് കൽപ്പാന്തർ നെഹി ഹോങ്കെ. അല്ലെ, ബാബ പറയാണ് ഇപ്പൊ നിങ്ങൾ പാസ്സായിട്ടില്ല എങ്കിൽ കൽപ്പാന്തരം നിങ്ങൾ പാസ്സാകില്ല അല്ലേ. അപ്പോൾ ഇപ്പൊ നമ്മൾ ഏത് പദവിയാണോ നമുക്ക് കിട്ടുന്നത് അത് തന്നെ കൽപ്പാന്തരം കിട്ടും. അപ്പം ഇപ്പം നമ്മൾ പാസ്സാകാതെ ഫെയിലായി കഴിഞ്ഞാൽ കൽപ്പാന്തരം നമ്മൾ ഫെയിലാകുമെന്ന് ബാബ പറയാം. തുംകോ സബ് സാക്ഷാത്കാർ ഹോങ്കെ ഹം കിസ് പദ് പാനെ കേ ലിയേ ലായക് ഹേ. ബാബ പറയുന്നത് നിങ്ങൾക്ക് സാക്ഷാത്കാരവും ഉണ്ടാകും. അതായത് ഞാൻ ഏത് പദവി നേടാൻ യോഗ്യനാണ്, ആ സാക്ഷാത്കാരവും ഉണ്ടാകും. अपने पद का भी साक्षात्कार करते रहेंगे. शुरू में भी साक्षात्कार करते थे, फिर बाबा सुनाने के लिए मना कर देते थे. ബാബ പറയുന്നത് അതായത് തുടക്കത്തിലൊക്കെ ഇതുപോലുള്ള സാക്ഷാത്കാരങ്ങളൊക്കെ ചെയ്തിരുന്നു, പിന്നെ ബാബ അത് നിർത്തിവെച്ചതാണ്. പിച്ചാടി മേം സബ് പതാ പടേഗാ കി ഹം ക്യാ ബനേംഗെ ഫിർ കുച്ച് നഹി കർ സക്കേംഗെ. അപ്പം ബാബ പറയുന്നത് അവസാനം എല്ലാവർക്കും ഇത് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഞങ്ങൾ എന്തായിട്ട് മാറും, അത് അവസാനം മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ബാബ പറയാ. പിന്നീട് ബാബ പറയുന്നത് ഒന്നും ചെയ്യാൻ കഴിയില്ല അല്ലേ. അവസാന സമയത്ത് പിന്നെ അയ്യോ ഞാൻ ഇത്രയും ചെയ്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് ബാബ പറയാ. പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കൽപ്പാന്തർ കി യഹ് ഹാലത് ഹോ ജായേഗി.
അപ്പം കൽപ്പാന്തരം ഈ അവസ്ഥ തന്നെയായിരിക്കും വരിക. അതാ ബാബ മനസ്സിലാക്കി തരാം നമുക്ക്. ഡബിൾ സിർതാജ് ഡബിൾ രാജ്യഭാഗ്യ പാ നഹി സക്കേങ്കെ, അതായത് ഡബിൾ കിരീടധാരി, അതുപോലെ ഡബിൾ രാജ്യഭാഗ്യം, ഇതൊന്നും നിങ്ങൾക്ക് നേടാൻ കഴിയില്ല എന്ന് ബാബ പറയാം. അഭി പുരുഷാർത്ഥ കർണേക്ക് മാർജിൻ ബഹുത്ത് ഹെ, ത്രേതാ കെ അന്ത് തക് 16,108 की ബഡി മാല ബന്നി ഹെ. ബാബ പറയാണ്, ഇപ്പൊ നിങ്ങളുടെ പുരുഷാർത്ഥത്തിന്റെ ആ മാർജിൻ ഉണ്ടല്ലോ, അത് വളരെ വലുതാണ്. അതായത് ത്രേതയുടെ അവസാനം വരെ 16,108 വലിയ മാല തയ്യാറാകണല്ലോ. അപ്പൊ പുരുഷാർത്ഥവും അത്രയും വലുതായിരിക്കും. കാരണം അത്രയും നമ്പേഴ്സ്, വലിയ മാലയാണല്ലോ തയ്യാറാക്കേണ്ടത്. യഹാം തും ആയേ ഹി ഹോ നർസെ നാരായൺ ബന്നേക പുരുഷാർത്ഥ കർണേ. ബാബ പറയാണ്, ഇവിടെ നിങ്ങൾ വന്നിരിക്കുന്നത് എന്തിനാണ്? നരനിൽ നിന്നും നാരായണനായിട്ട് മാറാനുള്ള പുരുഷാർത്ഥം ചെയ്യാനാണ്. जब कम पद का साक्षात्कार होगा तो उस समय जैसे नफरत आने लगेगी, मुह नीचे हो जाएगा. ബാബ പറയുന്നത്, എപ്പോഴാണോ അതായത് താഴ്ന്ന പദവിയുടെ സാക്ഷാത്കാരം ഉണ്ടാകുന്നത്, ആ സമയത്ത് നിങ്ങൾക്ക് വെറുപ്പ് വരും. അതുകൂടാതെ നിങ്ങളുടെ തലയും താഴെന്ന് പറയാം. കാരണം ലഭിച്ചില്ലല്ലോ, അപ്പൊ തല താഴും. ഹംനെ തോ കുച്ച് ബി പുരുഷാർത്ഥ നഹിക്കിയ, അപ്പൊ ആലോചിക്കും എന്ത്? ഓ, ഞങ്ങൾ ഒരു തരത്തിലും പുരുഷാർത്ഥം ചെയ്തില്ല എന്നപ്പോ ആലോചിക്കും. അപ്പൊ ബാബ പറയാ, ആ സമയത്ത് ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ. ബാബാനെ കിത്തന സമജായാക്കി ചാർട്ട് രഖോ യഹ് കരോ, इसलिए बाबा कहते थे जो भी बच्चे आते हैं सबको ഫോട്ടോസ് ഹോ. ബാബ പറയാണ്, ബാബ നമുക്ക് എത്ര പ്രാവശ്യം മനസ്സിലാക്കി തരുന്നു. അതായത് നിങ്ങൾ ചാർട്ട് വെക്കൂ, ഇങ്ങനെ ചെയ്യൂ, അങ്ങനെ ചെയ്യൂ, അല്ലെ? ബാബ ഒരുപാട് യുക്തികളെ കുട്ടികളെ എങ്ങനെയെങ്കിലും ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയും പുരുഷാർത്ഥം ചെയ്യിപ്പിക്കാൻ വേണ്ടിയും ബാബ എത്രയാ പരിശ്രമിക്കുന്നത്. പക്ഷെ കുട്ടികൾ ചെയ്യാതെ അവസാന നിമിഷത്തിൽ അവർക്ക് സാക്ഷാത്കാരം വരും താഴ്ന്ന പദവിയുടെ. അപ്പം ആ സമയത്ത് വിഷമിച്ചിട്ടോ തല കുമ്പിട്ടിട്ടോ കാര്യമില്ലല്ലോ. അതാണ് ബാബ പറയുന്നത്. അതുകൊണ്ട് ബാബയും പറയും എന്താണ്, കുട്ടികൾ വരുമ്പോൾ അവരുടെയൊക്കെ ഫോട്ടോസൊക്കെ എടുത്ത് വെക്കാൻ പറയും. ബൽ ഗ്രൂപ്പ് കാഹി ഇക്കട്ട ഫോട്ടോ ദേദോ. ബാബ പറയാണ്, നിങ്ങൾ ഗ്രൂപ്പ് ഫോട്ടോ എടുത്താലും മതിയെന്ന് ബാബ പറയാം. ഫിർ ഉസ്മേം ഡേറ്റ് ഫിലിം ആദി സബ് ലഗി ഹോ. ബാബ പറയാണ്, അതായത് പിന്നെ അതില് ആ ഫോട്ടോയില് ഡേറ്റും പേരും ഒക്കെ എഴുതേണ്ടി വരുമല്ലോ. ഫിർ ബാബ ബത്ലാത്തെ രഹേങ്കെ കോൻ ഗിരേ. പിന്നെ ബാബ മനസ്സിലാക്കി പറഞ്ഞു തരും ആരെല്ലാമാണ് താഴെ വീഴുന്നത്. ബാബ കെ പാസ് സമാചാർ തോ സബ് ആത്തെ ഹേ ബത്ലാത്തെ രഹേങ്കെ. ബാബ പറയുന്നത്, ബാബയുടെ അടുത്താണെങ്കിൽ എന്താണ്, ഒരുപാട് വാർത്തകളെല്ലാം വരുന്നുണ്ട്. എല്ലാ വാർത്തകളും ബാബയുടെ അടുത്ത് വരുന്നുണ്ട്. അത് ബാബ പറയുകയും ചെയ്യും. കിത്തനോം കോ മായ കീഞ്ച് ലേ ഗയേ കദം ഹോ ഗയേ. എത്ര പേരെയാണ് മായ വലിച്ചു കൊണ്ടുപോകുന്നത്. അതായത് വലിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അവർ അവസാനിച്ചു, പിന്നെ അവർ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നില്ല എന്ന് പറയാ ബാബ. ബച്ചിയാമ്പി ബഹുത്ത് ഗിർത്തി ഹേ. ധാരാളം പെൺകുട്ടികളും ഇതുപോലെ മായയ്ക്ക് വശപ്പെട്ട് പോകുന്നുണ്ട്. ഏക്ദം ദുർഗതി കോ പാലേത്തി ഹേ ബാത്ത് മത്ത് പൂച്ചോ. അപ്പൊ ബാബ പറയുന്നത്, അതായത് എന്താ പറയാ, മുഴുവനായിട്ട് ദുർഗതിയിലേക്ക് പോകാണെന്ന് ബാബ പറയാ. അത് ആ ഒരു കാര്യം ചോദിക്കുകയേ വേണ്ട എന്ന് പറയാ ബാബ. അത്രമാത്രം പേര് മായയ്ക്ക് വശപ്പെട്ട്, ബാബ പറയണ കൂടുതലും പെൺകുട്ടികളും മായയ്ക്ക് വശപ്പെട്ട് വീണു പോകുന്നുണ്ടെന്ന് ബാബ പറയാം. ബാബ കഹത്തെ ഹേ ബച്ചേ ഖബർദാർ രഹോ. ബാബ പറയണ കുട്ടികളെ നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കൂ. മായ കോയി ന കോയി രൂപ് ധർക്കർ പക്കഡ് ലേത്തി ഹേ. ഈ മായ പല പല രൂപത്തിൽ വന്നിട്ട് നിങ്ങളെ പിടിക്കുന്ന ബാബ പറയാം. കോയിക്ക് നാമരൂപക്കെ തരഫ് ദേക്കോ ബി നഹി. നിങ്ങൾ ആരുടെയും നാമരൂപത്തിന് നേരെ നോക്കരുതെന്ന് ബാബ പറയാ. ബൽ ഇൻ ആങ്കോം സെ ദേഖ്തേ ഹോ പരന്തു ബുദ്ധി മേ ഏക് ബാപ്പ് കി യാദ് കരോ. അപ്പൊ ബാബ പറയുന്നത്, നിങ്ങൾ കേവലം ഈ കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണേണ്ടി വരുമല്ലോ, കണ്ടോളൂ. പക്ഷെ ബാബ പറയുന്നത്,
ഈ ഒരു കാര്യം നിങ്ങൾ ഓർമ്മ വെക്കൂ, ഒരേ ഒരു ബാബയെ ഓർമ്മിക്കുക. അതാ ബാബ പറയുന്നത്. തീസര നേത്ര മിലാ ഹേ ഇസ്ലിയേ കി ബാപ്പ് കോ ഹി ദേക്കോ ഓർ യാദ് കരോ. ബാബ പറയുന്നത് നിങ്ങൾക്ക് മൂന്നാമത്തെ നേത്രം ലഭിച്ചിട്ടുണ്ടല്ലോ, ദിവ്യ നേത്രം. അതുകൊണ്ട് ബാബ പറയുന്നത് നിങ്ങൾ ബാബയെ മാത്രം നോക്കൂ, ബാബയെ മാത്രം ഓർമ്മിക്കൂ. ദേഹാഭിമാൻ കോ ചോഡ്തേ ജാവോ, ദേഹ അഭിമാനത്തെ ഉപേക്ഷിക്കൂ. ऐसे भी नहीं ആംഗേ നീച്ചെ കർക്കെ കോയി സെ ബാത്ത് കർണി ഹേ. ബാബ പറയുന്നത് ഇങ്ങനെയാവരുത്. അപ്പൊ നിങ്ങൾ ആരെയും നോക്കരുത്, ബാബയെ മാത്രം നോക്കൂ എന്ന് പറയുമ്പോൾ കണ്ണുകളൊക്കെ താഴേക്കിട്ട് ആരോടും സംസാരിക്കാതെ, അങ്ങനെയല്ല എന്ന് ബാബ പറയാ. ഏസാ കംസൂർ നെഹി ബന്നാ ഹേ, അത്രയ്ക്ക് നിങ്ങൾ ദുർബലമാകരുത്. അല്ലെ ബാബ എന്താ പറയാ? കണ്ണുകൾ കൊണ്ട് കണ്ടുകൊണ്ടും കാണരുത്, കേട്ടുകൊണ്ടും കേൾക്കരുത്, അങ്ങനെയല്ല ബാബ പറയാ. കാരണം നമ്മളിവിടെ ജീവിക്കുമ്പോൾ അത് മാത്രമല്ല, നമുക്ക് കർമ്മേന്ദ്രിയങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ കാണേണ്ടി വരും, കേൾക്കേണ്ടി വരും. പക്ഷെ ബുദ്ധി അതിലേക്കൊന്നും പോകരുത്, അതാണ് ബാബ പറയുന്നത്. അതല്ലാതെ നോക്കരുത് എന്ന് പറയുമ്പോൾ കണ്ണുകൾ താഴേക്കിട്ട് സംസാരിക്കാതിരിക്കുക, അതല്ല ബാബ പറയുന്നത്. ദേഖ്തേ ഹുയേ ബുദ്ധി കാ योग अपने बिलाउड माशूक की तरफ हो. ബാബ പറയുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടും നിങ്ങളുടെ ബുദ്ധി എവിടേക്കായിരിക്കണം? തൻ്റെ ഏറ്റവും സ്നേഹിയായ ആ പ്രിയതമന് നേരെയായിരിക്കണം നിങ്ങളുടെ ബുദ്ധി. ഇസ് ദുനിയാക്കോ ദേഖ്തേ ഹുയേ അന്തർമേം സമജ്തേ ഹേ യഹ് തോ ഖബ്രിസ്ഥാൻ ഹോനാ ഹേ. ബാബ പറയുന്നത് ഈ ലോകത്തെ നിങ്ങൾ നോക്കിക്കൊണ്ടും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഇതെല്ലാം ശ്മശാനമായിട്ട് മാറാൻ പോകുകയാണ്. അത് നമ്മുടെ ബുദ്ധിയിൽ വേണം. അല്ലെ, കാണേണ്ടി വരും നമുക്ക്, അല്ലെ, പലതും. പക്ഷെ ബുദ്ധിയിലുണ്ടായിരിക്കണം എന്താണ്? ഇതെല്ലാം ശ്മശാനമായിട്ട് മാറേണ്ടതാണ്. ഇൻസേ ക്യാ കണക്ഷൻ രക്കേങ്കെ, ഇതില് എന്ത് കണക്ഷൻ വെക്കാനാണ്? കാരണം ഇതെല്ലാം വിനാശമായി പോകാനുള്ളതാണ്. പിന്നെ എന്താണ് ഇതിൽ മമത്വം വെക്കുന്നത്? പിന്നെ എന്ത് കണക്ഷൻ വെക്കാനാണ്? തുംകോ ഗ്യാൻ മിൽത്താ ഹേ ഉസ്കോ ധാരൺ കർ ഉസ് പർ ചൽനാ ഹേ. ബാബ പറയുന്നത് നിങ്ങൾക്ക് ജ്ഞാനം ലഭിച്ചിട്ടുണ്ടല്ലോ, അത് നിങ്ങൾ ധാരണ ചെയ്യൂ, എന്നിട്ട് അതിലൂടെ നിങ്ങൾ നടക്കൂ. അതാണ് ബാബ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. तुम बच्चे जब प्रदर्शनी आदि समझाते हो तो 1000 बार मुझसे बाबा बाबा निकलना चाहिए. ബാബ പറയാണ്, നിങ്ങൾ കുട്ടികൾ എപ്പോൾ പ്രദർശനിയിലെല്ലാം പോയി മനസ്സിലാക്കി കൊടുക്കുന്നുവോ അപ്പോഴെല്ലാം നിങ്ങൾക്ക് 1000 പ്രാവശ്യം 1000 തവണ നിങ്ങളുടെ മുഖത്തിൽ നിന്നും ബാബ ബാബ എന്ന് വരണമെന്ന് ബാബ പറയാം. ബാബാ കോ യാദ് കർണേ സേ തുമാരാ കിത്ന ഫായദ ഹോഗ. ഓരോ പ്രാവശ്യം നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ബാബ ബാബ എന്ന് പറയുമ്പോൾ ബാബയുടെ ഓർമ്മയാണല്ലോ വരുന്നത്. ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ നിങ്ങൾക്ക് എത്രമാത്രം പ്രയോജനമാണ് ഉണ്ടാവുക എന്ന് ബാബ പറയാം. ശിവബാബ കഹത്തെ ഹേ മാമേകം യാദ് കരോ തോ വികർമ്മ വിനാശ് ഹോങ്കെ. അപ്പൊ ശിവബാബ പറയുകയാണ്, എന്നെ മാത്രം ഓർമ്മിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വികർമ്മം വിനാശമാകും. ശിവബാബ കോ യാദ് കരോ തോ തമോ പ്രധാൻ സേ സദോ പ്രധാൻ ബൻ ജായേങ്കെ. അപ്പൊ ബാബ പറയാണ്, ശിവബാബയെ ഓർമ്മിക്കുന്നതിലൂടെ തമോ പ്രധാനത്തിൽ നിന്നും സദോ പ്രധാനമായിട്ട് മാറുന്ന ബാബ പറയാം. ബാബ കഹത്തെ ഹേ മുझे യാദ് കരോ. ബാബ പറയാണ്, എന്നെ ഓർമ്മിക്കൂ. യഹ് ഭൂലോ മത്ത്, ഇത് നിങ്ങൾ ഒരിക്കലും മറക്കരുതെന്ന് ബാബ പറയാം. ബാപ്പ് കാ ഡയറക്ഷൻ മിലാ ഹേ മൻമനാ ഭവ. അല്ലെ, ബാബ നമ്മൾ കുട്ടികൾക്ക് എല്ലാവർക്കും ഡയറക്ഷൻ തന്നു കഴിഞ്ഞു. എന്താണ്? മൻമനാ ഭവ, അതായത് സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. അതാണ് മൻമനാ ഭവ. ബാപ്പനെ കഹാ ഹേ യഹ് ബാബ ശബ്ദ ഖൂബ് അച്ചി തരഹ് സേ ഗോട്ടേ രഹോ. ബാബ പറയാണ്, അതായത് ഈ ബാബ എന്ന ആ ശബ്ദം ഉണ്ടല്ലോ, നല്ല രീതിയിൽ നിങ്ങൾ മനസ്സിലിട്ട് ഉരസിക്കൊണ്ടേയിരിക്കും എന്ന് പറയാ. അല്ലെ, അത്രയും നിങ്ങൾ ഉറപ്പിക്കണം മനസ്സിൽ. സാരാ ദിൻ ബാബ ബാബ കർത്തേ രഹന ചാഹിയേ. മുഴുവൻ ദിവസവും നിങ്ങൾ ബാബ ബാബ എന്ന് നമ്മുടെ ബുദ്ധിയിലും മനസ്സിലൊക്കെ ഉണ്ടായിരിക്കണം എന്ന് ബാബ പറയാം. ദൂസരി കോയി ബാത്ത് നഹി, വേറെ ഒരു കാര്യവുമില്ല എന്ന് പറയാം. നമ്പർ 1 മുഖ്യ ബാത്ത് ഹി യഹ് ഹെ. ഈ ഒരു കാര്യം മാത്രമാണ് ബാബ പറയുന്നത്. അല്ലെ, ബാബയെ ഓർമ്മിക്കുക, ബാബ ബാബ, അത് മാത്രമേ ബാബ പറയുന്നുള്ളൂ.
വേറെ രണ്ടാമതായിട്ട് വേറൊരു കാര്യവും ബാബ പറയുന്നില്ല. പഹലെ ബാപ്പ് കോ ജാനേ ഇസ്മേം ഹി കല്യാൺ ഹേ. ബാബ പറയുന്നത് ആദ്യം നിങ്ങൾ ബാബയെ അറിയോ, ഇതിൽ തന്നെയാണ് മംഗളമുള്ളത്. യഹ് 84 का चक्र समझने तो बहुत ഈസി ഹേ. ബാബ പറയുന്നത് ഈ 84ന്റെ ചക്രം മനസ്സിലാക്കാൻ വളരെ ഈസിയാണെന്ന് പറയാ ബാബ. ബച്ചോം കോ പ്രദർശനി മേം സമജാനെ കാ ബഹുത് ഷോക്ക് ഹോന ചാഹിയേ. അപ്പൊ ബാബ പറയുന്നത് കുട്ടികൾക്ക് ഈ പ്രദർശനിയില് മനസ്സിലാക്കി കൊടുക്കുന്ന കാര്യത്തില് വളരെയധികം താല്പര്യമുണ്ടായിരിക്കണമെന്ന് ബാബ പറയാ. അഗർ കഹാം ദേഖേ हम नहीं समझा सकते हैं तो कह सकते हैं हम अपनी बड़ी बहन को बुलाते हैं क्योंकि यह भी पाठशाला है ना. ബാബ പറയാണ് ചില സമയത്ത് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ കഴിയില്ല എന്ന് വരും. അപ്പൊ നമ്മൾ ഇങ്ങനെ പറയണം, അതായത് ഞങ്ങളുടെ വലിയ സഹോദരി ഉണ്ടല്ലോ, നിമിത്തമായിട്ടിരിക്കുന്ന കുറച്ചും കൊണ്ട് ഉയർന്ന സ്ഥാനത്തിരിക്കുന്നവരുണ്ടായിരിക്കല്ലോ, ഞങ്ങളുടെ വലിയ സഹോദരിയെ വിളിക്കാം. കാരണം ബാബ പറയുന്നത് ഇതും പാഠശാലയല്ലേ. ഇസ്മേം കോയി കം കോയി ജാസ്തി പഠിത്തേ ഹേ. ഈ പാഠശാലയിലും എല്ലാവരും ഒരുപോലെ പഠിക്കില്ലല്ലോ. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുക്കാൻ കഴിയണമെന്നില്ല. അപ്പൊ ചില കാര്യങ്ങളൊക്കെ ആളുകൾ ചോദിക്കുമ്പോൾ ചിലപ്പോൾ പറഞ്ഞു കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതായത് ഞാൻ എൻ്റെ വലിയ സഹോദരിയെ വിളിക്കാം, അവര് നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കി തരുന്ന് അവരോട് പറയണമെന്ന് ബാബ പറയാ. ഇസ് കഹനേമേ ദേഹാഭിമാൻ നെഹി ആനാ ചാഹിയെ. ബാബ പറയുന്നത് ഇങ്ങനെ പറയാൻ നിങ്ങൾ ദേഹാഭിമാനം ഒന്നും വരേണ്ട കാര്യമില്ല എന്ന് ബാബ പറയാ, അല്ലേ. ചിലർക്ക് അങ്ങനെ പറയുമ്പോൾ അത്രയും മോശം എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ബാബ പറയുന്നത് അങ്ങനെ നിങ്ങൾ വിചാരിക്കേണ്ട. ഈ ഒരു കാര്യം പറയുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല. കാരണം ഇത് പാഠശാലയാണ്, ഇതിലെല്ലാവരും ഒരുപോലെ പഠിക്കില്ല. എല്ലാവർക്കും ഒരുപോലെ ജ്ഞാനത്തിന്റെ എല്ലാ വശങ്ങളും നല്ല രീതിയിൽ അറിയണമെന്നൊന്നുമില്ല. അപ്പൊ ചില ഭാഗത്ത് സംശയം വരുമ്പോൾ ഇങ്ങനെ പറയാന്ന് ബാബ പറയാ. ജഹാം ബഡാ സെന്റർ ഹോ വഹാം പ്രദർശനി ബി ലഗാ ദേനി ചാഹിയേ. ബാബ പറയുന്നത് എവിടെയൊക്കെ വലിയ വലിയ സെന്റർ ഉണ്ടോ അവിടെയൊക്കെ നിങ്ങൾ പ്രദർശിനി വെക്കുന്ന കാര്യം നിങ്ങൾ നോക്കണമെന്ന് ബാബ പറയാം. ചിത്ര ലഗാ ഹുവാ ഹോ ഗേറ്റ് വേ ടു ഹെവൻ. ബാബ പറയുന്നത് ഗേറ്റ് വേ ടു ഹെവൻ എന്ന് എഴുതിയിട്ടുള്ളൊരു ചിത്രവും തൂക്കിയിടണമെന്ന് ബാബ പറയാം. അബ് സ്വർഗ കെ ദ്വാർ കുൽ രഹേ ഹേ. ഇപ്പോ സ്വർഗത്തിന്റെ വാതിൽ തുറക്കുകയാണ്. ഇസ് ഹെവൻ ഹാർ ലഡായി സേ ലഡായി സേ പഹലേ ഹി അപ്ന വർഷ ലേലോ. ബാബ പറയുന്നത് ഈ ഒരു മഹായുദ്ധത്തിന് മുൻപായിട്ട് നിങ്ങൾ നിങ്ങളുടെ സമ്പത്ത് എടുക്കൂ, അല്ലെ. മഹായുദ്ധമാണ്, മഹാപ്രളയം, അതായത് ബാബ പറയില്ലേ മഹാവിനാശമാണ് വരാൻ പോകുന്നത്. അപ്പൊ ആ ഒരു വിനാശത്തിന് മുൻപ് നിങ്ങൾ നിങ്ങളുടെ സമ്പത്ത് എടുക്കൂ. ജൈസെ മന്ദിർ മേം റോസ് ജാനാ ഹോത്താ ഹൈ വൈസെ തുമാരെ പീച്ചെ പാഠശാല ഹേ. ബാബ പറയുന്നത് എങ്ങനെയാണോ ക്ഷേത്രത്തിലേക്ക് ദിവസവും പോകുന്നുണ്ടല്ലോ അതുപോലെ നിങ്ങളുടെ നോക്കുമ്പോഴെന്താണ് പാഠശാലയാണ്. ചിത്ര ലഗേ ഹുയേ ഹോങ്കേ തോ സമജാനാമേം സഹജ് ഹോഗ. ബാബ പറയുന്നത് ഇതുപോലെ ചിത്രമൊക്കെ തൂക്കിയിട്ടുണ്ടെങ്കിൽ ബാബ പറയുന്നത് മനസ്സിലാക്കി കൊടുക്കുന്ന കാര്യം വളരെ സഹജമായിരിക്കുമെന്ന് ബാബ പറയാം. കോശിഷ് കരോ ഹം അപ്നി പാഠശാല കോ ചിത്രശാല കൈസേ ബനായേ. ബാബ പറയുന്നത് നിങ്ങൾ ഈ ഒരു കാര്യത്തിന് പരിശ്രമിക്കുവോ, അതായത് ഞങ്ങളുടെ പാഠശാലയെ എങ്ങനെ ചിത്രശാലയാക്കി മാറ്റും, ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ പരിശ്രമിക്കാൻ ബാബ പറയാം. ബബക്കാ ബി ഹോഗാത്തോ മനുഷ്യ ആയെങ്കിൽ. ബാബ പറയുന്നത് വളരെ ആർഭാടമായ രീതിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ മനുഷ്യര് തീർച്ചയായിട്ടും വരുന്ന ബാബ പറയാം. വൈകുണ്ഠ ജാനേ കാ രാസ്ത ഏക് സെക്കൻഡ് മേ സമജനേ കാ രാസ്ത. അതായത് വൈകുണ്ഠത്തിലേക്ക് പോകാനുള്ള വഴി ഒരു സെക്കൻഡിൽ മനസ്സിലാക്കാനുള്ള വഴി. അതാണ് നമ്മൾ ബോർഡൊക്കെ തൂക്കിയിടല്ലോ, അതാ പറയുന്നത് ബാബ ഇങ്ങനെയുള്ള ചിത്രങ്ങൾ തൂക്കിയിടണം. അതുപോലെ ആളുകൾക്ക് എങ്ങനെയാ പറയേണ്ടത്, വൈകുണ്ഠത്തിലേക്ക് പോകാനുള്ള വഴി ഒരു സെക്കൻഡില് എങ്ങനെ വൈകുണ്ഠത്തിലേക്ക് പോകാം അതിനുള്ള മാർഗം. ബാപ്പ് കഹത്തെ ഹേ
തമോ പ്രധാൻ തോ കോയി വൈകുണ്ഠമേം ജാ നാ സകെ. ബാബ പറയുന്നത്, അതായത് തമോ പ്രധാനിയായിട്ടുള്ള ആളുകൾക്ക് ഒരിക്കലും വൈകുണ്ഠത്തിലേക്ക് പോകാൻ കഴിയില്ല. നയി ദുനിയാമേം ജാനെ ലിയേ സദോ പ്രധാൻ ബന്ന ഹെ, ഇസ്മേം കുച്ച് ബി കർച്ചാ നഹി ഹെ. ബാബ പറയാണ്, അതായത് പുതിയ ലോകത്തിലേക്ക് പോകുന്നതിനു വേണ്ടി നിങ്ങൾ സദോ പ്രധാനമായിട്ട് മാറേണ്ടതുണ്ട്. ഈ ഒരു കാര്യത്തില് ഒരു ചെലവുമില്ല എന്ന് ബാബ പറയാം. നാ കോയി മന്ദിർ വാ ചർച്ച് ആദിമേം ജാനേക്ക് ദർക്കാർ ഹെ. ബാബ പറയുന്നത്, നിങ്ങളൊരു ക്ഷേത്രത്തിലേക്കോ അല്ലെങ്കിൽ പള്ളിയിലേക്കോ ഒന്നും പോകേണ്ട ഒരു ആവശ്യവുമില്ല എന്ന് ബാബ പറയാം. യാദ് കർത്തേ കർത്തേ പവിത്ര ബൻ സീതാ ചലേ ജായേങ്കെ സ്വീറ്റ് ഹോം. ബാബ പറയുന്നത്, ഓർമ്മയിൽ ഇരുന്ന് നിങ്ങൾ പവിത്രമായിട്ട് മാറി നേരെ നമുക്ക് എവിടേക്ക് പോകാം? സ്വീറ്റ് ഹോം, അല്ലെ, സൈലൻസ് ഹോം, ശാന്തിധാമത്തിലേക്ക് പോകാന്ന് ബാബ പറയാം. ഹം ഗ്യാരണ്ടി കർത്തേ ഹേ തും ഇംപ്യുവർ സേ പ്യുവർ ऐसे ബൻ ജായേങ്കെ. ബാബ പറയാണ്, ഞാൻ ഗ്യാരണ്ടി തരാണ്, നിങ്ങൾ ആ പവിത്രതയിൽ നിന്നും പവിത്രമായിട്ട് ഇങ്ങനെയാണ് മാറുന്നത് എന്ന് ബാബ പറയാം. ഗോലേമേം ഗോട്ട് ബഡാ രഹനാ ചാഹിയെ, ഗോലേമേം ഗേറ്റ് ബഡാ രഹനാ ചാഹിയെ. ബാബ പറയുന്നത്, ഈ സൃഷ്ടി ചക്രത്തിൽ ഉണ്ടല്ലോ വലിയ ഗേറ്റ് വെക്കണമെന്ന് ബാബ പറയാ. സ്വർഗ കാ ഗേറ്റ് കൈസേ കുൽത്താ ഹേ, സ്വർഗത്തിന്റെ വാതിൽ, അതായത് സ്വർഗത്തിന്റെ ഗേറ്റ് എങ്ങനെയാണ് തുറക്കുന്നത്? കിത്തനാ ക്ലിയർ ഹേ, എത്ര ക്ലിയർ ആണെന്ന് ബാബ പറയാ. നരക കാ ഗേറ്റ് ബന്ദ് ഹോനാ ഹേ, അതായത് നരകത്തിന്റെ ഗേറ്റ് അടയ്ക്കണം, സ്വർഗത്തിന്റെ ഗേറ്റ് തുറക്കണം. സ്വർഗമേ നരക കാ നാം നെഹി ഹോത്താ ഹേ. ബാബ പറയുന്നത്, സ്വർഗത്തില് നരകത്തിന്റെ പേരേ ഉണ്ടാകില്ല എന്ന് ബാബ പറയാ. കൃഷ്ണക്കോ കിത്തന യാദ് കർത്തേ ഹേ, കൃഷ്ണനെ എത്ര മാത്രമാണ് ആളുകൾ ഓർമ്മിക്കുന്നത്? പരന്തു യഹ് കിസ്കോ മാലൂ നഹി പഡ്താ കി വഹ് കബ് ആത്തേ ഹേ കുച്ച് ബി നഹി ജാൻതേ. ബാബ പറയുന്നത്, കൃഷ്ണനെ ഒരുപാട് ഓർക്കുന്നുണ്ട് ആളുകൾ, പക്ഷേ ആർക്കും ഇതറിയുന്നില്ല, അതായത് കൃഷ്ണൻ എപ്പോഴാണ് വരുന്നത്, ഇതൊന്നും അറിയുന്നില്ല എന്ന് ബാബ പറയാം. ബാപ്പ് കോ ഹി നഹി ജാൻതേ ഹേ, അച്ഛനെ തന്നെ അറിയുന്നില്ല. ഭഗവാൻ ഹംകോ ഫിർ സേ രാജയോഗ സിഖലാത്താ ഹേ, യഹ് യാദ് രഹേ തോ ബി കിത്തനി ഖുഷി ഹോഗി. അതായത് ഭഗവാനാണ് ഞങ്ങളെ ഈ രാജയോഗം പഠിപ്പിക്കുന്നത്. ഈ ഒരു കാര്യം ഓർമ്മയിലുണ്ടെങ്കിൽ തന്നെ ബാബ പറയാ, എത്ര നിങ്ങൾക്ക് സന്തോഷമുണ്ടായിരിക്കും. യഹ് ബി ഖുഷി രഹേ ഹം ഗോഡ് ഫാദർലി സ്റ്റുഡൻസ് ഹേ, അതായത് ഇതും നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള കാര്യമാണ്, അതായത് ഞങ്ങൾ ഈശ്വരീയ സന്താനങ്ങളാണ്, അതും ഈശ്വരീയ വിദ്യാർത്ഥികളാണ്, അതും നിങ്ങൾക്ക് വളരെ സന്തോഷിക്കാനുള്ള കാര്യമാണ്. യഹ് ബോൽന ക്യോം ചാഹിയെ, നിങ്ങൾ എന്തിനാണത് മറക്കുന്നത്? അല്ലെ, നമ്മൾ ആരാണ്? ഈശ്വരീയ വിദ്യാർത്ഥികളാണ്. അച്ഛ मीठे मीठे सिकीलदे बच्चों प्रति मात पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी मात पिता बाप दादा को याद प्यार गुड मॉर्निंग और नमस्ते. ഇനി ബാബ ധാരണയ്ക്കുള്ള മുഖ്യ പോയിന്റ് പറയാണ്. ഒന്നാമത്തെ പോയിന്റ്, സാരാ ദിൻ മുഖ് സേ ബാബ ബാബ നിക്കൽത്താ രഹേ, കം സേ കം പ്രദർശിനി ആദി സമജാത്തെ സമയ് മുഖ് സേ ഹസാർ ബാർ ബാബ ബാബ നിക്കലേ. ബാബ പറയാണ്, മുഴുവൻ ദിവസത്തിലും നിങ്ങളുടെ വായിൽ നിന്ന് എന്ത് വരണം? ബാബ ബാബ. ബാബ പറയുന്നത്, ചുരുങ്ങിയത് നിങ്ങൾ പ്രദർശിനിയിലൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്ന സമയത്ത് നിങ്ങളിൽ നിന്നും 1000 തവണ ഈ ബാബ ബാബ എന്നുള്ള വാക്ക് വരണമെന്ന് ബാബ പറയാം. സെക്കൻഡ് പോയിന്റ്, ഇൻ ആംഗോം സേ സബ് കുച്ച് ദേഖ്തേ ഹുയേ ഏക് ബാബ് की याद हो, आपस में बात करते हुए तीसरे नेत्र द्वारा आत्मा को और आत्मा के बाप को देखने का अभ्यास करना है. ബാബ പറയാണ്, ഈ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ എല്ലാം കണ്ടുകൊണ്ടും
ബാബയെ ഓർമ്മിക്കൂ. അതുപോലെ നിങ്ങൾ പരസ്പരം സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ മൂന്നാമത്തെ നേത്രത്തിലൂടെ, ദിവ്യ നേത്രത്തിലൂടെ ആത്മാവിനെയും ആത്മാവിൻ്റെ അച്ഛനായ ബാബയെയും കാണാനുള്ള അഭ്യാസം ചെയ്യണം അല്ലേ? പരസ്പരം സംസാരിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നതും ഒരാത്മാവാണ്. ആ ആത്മരൂപം കാണണം, ആ അഭ്യാസം ചെയ്യണം. ആ ആത്മരൂപം കാണാനുള്ള അഭ്യാസം ചെയ്യുമ്പോൾ തന്നെ തീർച്ചയായിട്ടും ആത്മാവിൻ്റെ അച്ഛനായ പരമാത്മാവിനെയും ബാബയെയും നമുക്ക് ഓർമ്മ വരും. അപ്പം ആ ഒരു അഭ്യാസം ചെയ്യാൻ ബാബ പറയാം. ഇനി ബാബ വരദാനം പറയാണ്, ഹർ സെക്കൻഡ് ഓർ സങ്കൽപ്പ് കോ അമൂല്യ രീതി സെ വ്യതിത് കർണേ വാലെ അമൂല്യ രത്ന ഭവ. അതായത് ബാബ പറയാണ്, ഓരോ സെക്കൻഡും അതുപോലെ ഓരോ സങ്കല്പവും അമൂല്യമായ രീതിയിൽ ചെലവാക്കുന്ന അമൂല്യ രത്നമായിട്ട് ഭവിക്കട്ടെ. ബാബ പറയാണ്, സംഗം യുഗ കെ ഏക് സെക്കൻഡ് കി ബി ബഹുത് ബഡി വാല്യൂ ഹേ. ബാബ പറയാണ്, സംഗമയുഗത്തിലെ ഓരോ സെക്കൻഡിനും വളരെ വലിയ വിലയാണ്. ജൈസെ ഏക് കാ ലാഖ് ഗുണ ബൻതാ ഹേ വൈസെ യദി ഏക് സെക്കൻഡ് ബി വ്യർത്ത് ജാതാ ഹേ തോ ലാഖ് ഗുണ വ്യർത്ത് ജാതാ ഹേ. ബാബ പറയുന്നത്, എങ്ങനെയാണോ അതായത് 1,00,000 തവണ എന്ന് പറയുമല്ലോ, അതുപോലെ ഇവിടെയും നമ്മൾ ഒരു സെക്കൻഡ് നമ്മൾ വ്യർത്ഥമാക്കുന്നു. അർത്ഥം എന്താണ്? അതായത് 1,00,000 തവണ വ്യർത്ഥത്തിലേക്ക് പോകുന്നു, അതാണ് അതിൻ്റെ അർത്ഥം. ഒരു സെക്കൻഡ് വ്യർത്ഥമാക്കുമ്പോൾ അത്രയും 1,00,000 തവണയാണ് ബാബ പറയുന്നത് നിങ്ങൾ വ്യർത്ഥം ഉണ്ടാക്കുന്നത്. ഇസ്ലിയെ ഇത്തന അറ്റൻഷൻ രഖോ തോ അൽബേലാപ്പൻ സമാപ്ത് ഹോ ജായേഗ. ബാബ പറയുന്നത്, അതുകൊണ്ട് നിങ്ങൾ ഇത്രയും ശ്രദ്ധ വയ്ക്കൂ. അങ്ങനെയാണെങ്കിൽ ഈ അലസത, ആലസ്യമൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം നിങ്ങളുടെ അശ്രദ്ധ, അതെല്ലാം സമാപ്തമായി പോകുന്ന ബാബ പറയാ. അഭി തോ കോയി ഹിസാബ് ലേനെ വാല നഹി ഹേ, ലേക്കിൻ തോടെ സമയ കെ ബാദ് പശ്ചാത്താപ് ഹോഗാ ക്യോംകി ഇസ് സമയ കി ബഹുത് വാല്യൂ ഹേ. ഇപ്പോൾ അങ്ങനെ കണക്കെടുക്കാനൊന്നും ആരുമില്ല. പക്ഷെ ബാബ പറയാണ്, കുറച്ച് സമയത്തിനു ശേഷം നിങ്ങൾക്ക് പശ്ചാത്താപം വരും. കാരണം ഈ ഒരു സമയം അത്രയും വാല്യബിൾ ആണ് അല്ലേ? അപ്പോൾ സമയം കഴിഞ്ഞു പോകുമ്പോൾ പിന്നെ നമ്മളത് ഓർത്ത് പശ്ചാത്തപിക്കും, ഇത്രയും സമയം കഴിഞ്ഞു പോയല്ലോ. കാരണം ഈ സമയം അത്രയ്ക്കും വാല്യബിൾ ആണെന്ന് ബാബ പറയാം. ജോ അപ്പനെ ഹർ സെക്കൻഡ് ഹർ സങ്കൽപ്പ് കോ അമൂല്യ രീതി സെ വ്യതീത് കർത്തേ ഹേ വഹി അമൂല്യ രത്ന ബൻതേ ഹേ. ബാബ പറയാണ്, ആരാണോ ഓരോ സെക്കൻഡും അതുപോലെ ഓരോ സങ്കല്പവും അമൂല്യ രീതിയിൽ, അമൂല്യമായ രീതിയിൽ അത് ചെലവഴിക്കുന്നത്, അവർ തന്നെയാണ് അമൂല്യ രത്നമായിട്ട് മാറുന്നതെന്നും ബാബ പറയാം. അപ്പോൾ ഓരോ സെക്കൻഡും ഓരോ സങ്കല്പവും അമൂല്യമാണെന്ന് മനസ്സിലാക്കണം. അങ്ങനെ വേണം നമ്മൾ ഓരോ സെക്കൻഡും നമ്മൾ ചെലവാക്കാൻ. അപ്പം അങ്ങനെ ആവുമ്പോൾ എന്തായി മാറും? അമൂല്യ രത്നമായിട്ട് മാറുന്ന ബാബ പറയാം. ഇനി ബാബ സ്ലോഗൻ പറയാണ്, ജോ സദാ യോഗയുക്ത് ഹേ വോ സഹയോഗ കാ അനുഭവ് കർത്തെ വിജയി ബൻ ജാത്തെ ഹേ. ബാബ പറയാണ്, ആരാണോ സദാ യോഗയുക്തമായിട്ടുള്ളത് അവര് സഹയോഗത്തിന്റെ അനുഭവം ചെയ്ത് വിജയിയായിട്ട് മാറുന്ന ബാബ പറയാം. ഇനി അവ്യക്ത ഇഷാര പറയാണ്, ആത്മാ ശബ്ദ സ്മൃതിമേം ആനെ സേ ഹി രുഹാനിയത്ത് കെ സാത്ത് ശുഭ ഭാവന ബി ആ ജാതി ഹേ. ബാബ പറയുന്നത്, ആത്മാ എന്ന ശബ്ദം സ്മൃതിയിൽ വരുമ്പോൾ തന്നെ ബാബ പറയുന്നത് ആ ആത്മീയത അതിനോടൊപ്പം തന്നെ ശുഭഭാവനയും നമുക്ക് വരും. പവിത്ര ദൃഷ്ടി ഹോ ജാതി ഹേ, ദൃഷ്ടിയും പവിത്രമാകും. चाहे बल कोई गाली भी दे रहा हो, लेकिन यह स्मृति रहे कि यह आत्मा तमोगुणी पार्ट बजा रही है, तो उससे नफरत नहीं करेंगे, उसके प्रति भी शुभ भावന बनी रहेगी. ബാബ പറയുന്നത്, ആരെങ്കിലും അതായത് ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ അപമാനിക്കുകയാണെന്ന് കരുതും. അപ്പം ബാബ പറയുന്നത്,
ഈ ഒരു സ്മൃതി വരും. ഈ ഒരു സ്മൃതി വരും, അതായത് ഈ ആത്മാവ് തമോ ഗുണി പാർട്ട് അഭിനയിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവരോട് യാതൊരു തരത്തിലുള്ള വെറുപ്പുണ്ടാവുകയില്ല എന്ന് ബാബ പറയാം. അവരെ പ്രതിയും എന്തായിരിക്കും? ശുഭഭാവന വെക്കാൻ സാധിക്കും. ഇതിനായിട്ട് നമുക്ക് എന്ത് സ്മൃതിയായിരിക്കണം വേണ്ടത്? ആ ഒരു സ്മൃതി വരണം. ആ ഒരു സ്മൃതി വരുമ്പോഴാണ് നമ്മളിൽ ആ ആത്മീയ ഭാവവും എല്ലാവരെ പ്രതി ശുഭഭാവനയും അത് കൂടാതെ പവിത്രമായ ദൃഷ്ടിയും. അപ്പം ആരെങ്ങനെ രീതിയിൽ നമ്മൾ അപമാനിച്ചാലും നമുക്ക് എന്താ മനസ്സിലാക്കുക? ഈ ആത്മാവ് തമോ ഗുണി പാർട്ട് അഭിനയിക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ അവരോടൊരു വെറുപ്പോ വിദ്വേഷമോ തോന്നില്ല. അതുകൂടാതെ അവരുടെ മേലും എന്ത് ഭാവന വരും? ശുഭഭാവന വരുമെന്ന് ബാബ പറയാം. മമ്മയുടെ പോയിന്റാണ്. അതായത് മമ്മയുടെ ഇന്നത്തെ പോയിന്റിൽ മമ്മയുടെ ഗുണം പറയുന്നത് മിതവ്യയം. മിതവ്യയം എന്ന ഗുണത്തിലൂടെ ഏറ്റവും ശ്രേഷ്ഠയായ വിദഗ്ധ മാനേജരായിട്ട് മാറി. മമ്മയ്ക്ക് യജ്ഞത്തോട് വളരെ സ്നേഹമായിരുന്നു. മമ്മ ഇങ്ങനെ പറഞ്ഞിരുന്നു, അതായത് യജ്ഞത്തിൻ്റെ ഒരു വസ്തു പോലും വെറുതെ പോകരുത്. മമ്മ ഓരോ ധാന്യത്തിനും വിശേഷ ശ്രദ്ധ വെച്ചിരുന്നു. മമ്മ പറഞ്ഞിരുന്നു, ഗോതമ്പിൻ്റെ ഒരു മണി പോലും സ്വർണത്തിന് തുല്യമാണ്. ഈ മിതവ്യയത്തിൻ്റെ ഗുണം കൊണ്ട് മമ്മ വിദഗ്ധ മാനേജരായി മാറി. അല്ലേ? എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്തിരുന്നത് ഈ എക്കണോമി കാരണമാണ്. യജ്ഞവത്സരരെ സ്ഥൂലമായും സൂക്ഷ്മമായും ആധ്യാത്മിക പാലന ചെയ്തിരുന്നു. പക്ഷേ അതോടൊപ്പം മിതവ്യയത്തിലൂടെ നടക്കാനും അവരെ ശീലിപ്പിച്ചിരുന്നു. നമ്മളും മമ്മയുടെ ഈ ഗുണത്തിൻ്റെ ധാരണയിലൂടെ യജ്ഞത്തെ സംരക്ഷിക്കൂ. ഏകനാമിയും എക്കണോമിയുമായി മാറൂ. ഓം ശാന്തി. ഓം ശാന്തി.